Hello, my dear ones. A warm welcome. ഇന്നിതാ നമുക്ക് ക്രിസ്മസ് എക്സാം +2 ഡിസ്കഷൻ ബോട്ടണിയിൽ. ഓക്കെ, ഓൾടുഗെദർ നമുക്ക് ആകെ 5 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ചാപ്റ്റേഴ്സിലെ മേജർ ആയിട്ടുള്ള ടോപ്പിക്കിനെ ടച്ച് ചെയ്തു പോകുന്ന പൊതുവെ ബോർഡ് എക്സാമിന് ചോദിക്കാറുള്ള പാറ്റേൺ ഓഫ് എക്സാമുമായിട്ടാണ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മൾ ഇന്ന് അസോസിയേറ്റ് ചെയ്യുക. ഓക്കെ, ഹായ് ഹരി, വെൽക്കം ഹരി, നിഹാൽ, ഹലോ. സോ +2 ടോപ്പിക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ്. ദ വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മൈക്രോസ്പൊറാഞ്ചിയം ഈസ് സറൗണ്ടഡ് ബൈ 4 wall layers. Name the wall layers, write functions of these layers. യെസ്, നിങ്ങൾക്ക് അറിയുന്നത് പോലെ ഒരു ഫ്ലവറിലെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിൻ്റെ പേരാണ് എന്ത്? ആൻഡ്രീഷ്യം. ആൻഡ്രീഷ്യം എന്ന് പറയുമ്പോൾ ഒരു ഫ്ലവറിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേമെൻസ് ചേർന്നതിൻ്റെ പേരാണ് ആൻഡ്രീഷ്യം. അതുകൊണ്ട് തന്നെ ആൻഡ്രീഷ്യത്തിൻ്റെ ഒരു സിംഗിൾ യൂണിറ്റിൻ്റെ പേരാണ് സ്റ്റേമൻ. സ്റ്റേമനിന് 2 ഭാഗങ്ങളാണ് ഉണ്ടാവുക, ആന്തറും ഫിലമെൻറ്റും. ഫെർട്ടൈൽ പാർട്ടിൻ്റെ പേരാണ് ആന്തർ, സ്റ്റാക്കായ തണ്ടിൻ്റെ പേരാണ് ഫിലമെൻറ്റ്. നമ്മളൊരു ആന്തറിനെ ക്രോസ് സെക്ഷൻ ചെയ്ത് നോക്കിയാൽ, ഒരു ഫെർട്ടൈൽ പോർഷനായ ആന്തറിനെ കട്ട് ചെയ്ത് നോക്കിയാൽ, ക്രോസ് സെക്ഷൻ ചെയ്താൽ അതിന് 2 ഈക്വൽ ഹാബ്സ് ഉണ്ടാവുമല്ലോ. ആ ഹാബ്സിൻ്റെ പേരാണ് എന്ത്? ലോബ്സ്. റൈറ്റ്, ഇതൊരു ലോബും ഇത് മറ്റൊരു ലോബും. അങ്ങനെയാണ് ആന്തർ ഒരു ബൈ ലോബ്ഡ് സ്ട്രക്ചർ ആവുക അല്ലേ. ആ ഓരോ ലോബിൻ്റെയും ഉള്ളിൽ 2 വീതം സിലിണ്ട്രിക്കൽ സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. ക്രോസ് സെക്ഷനിൽ സർക്കുലർ ആയിട്ടാണ് തോന്നുക. അതിൻ്റെ പേരാണ് മൈക്രോസ്പൊറാഞ്ചിയം. പ്ലൂറലാണ് മൈക്രോസ്പൊറാഞ്ചിയ, സിംഗുലർ മൈക്രോസ്പൊറാഞ്ചിയം. 2 in each lobe, 4 in another. ആ മൈക്രോസ്പൊറാഞ്ചിയമിനെ കവർ ചെയ്യുന്ന 4 വാൾ ലെയേഴ്സിൻ്റെ പേരാ ചോദിച്ചത്. ഔട്ടർ മോസ്റ്റ് ലെയറിൻ്റെ പേരാണ് എപ്പിഡേർമിസ്. എപ്പിഡേർമിസ്. സെക്കൻഡ് ലെയറിൻ്റെ പേരാണ് എൻഡോത്തീസിയം. എൻഡോത്തീസിയം. തേർഡ് ലെയർ മൾട്ടി ലെയർഡ് ആയിട്ടാണ് കാണുക. 1 to 3 ലെയേഴ്സ് വരെ ഉണ്ടാവാം. മിഡിൽ ലെയേഴ്സ്. മിഡിൽ ലെയേഴ്സ്. ആൻഡ് ദ ഇന്നർമോസ്റ്റ് ലെയർ കോൾഡ് ദ ടപ്പീറ്റം. അതിൽ ടപ്പീറ്റം ബിഗർ സെൽസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. മോർ ദാൻ 1 ന്യൂക്ലിയസുകൾ ഉണ്ടാവും എന്നൊക്കെയാണ് കേട്ടിട്ടുണ്ടാവും. ഫങ്ഷൻ കൊണ്ട് നോക്കിയാൽ ആദ്യത്തെ 3 ലെയറുകളായ എപ്പിഡേർമിസും എൻഡോത്തീസിയവും മിഡിൽ ലെയേഴ്സും ചേർന്ന് അത് പ്രൊട്ടക്ഷനും ഓഫർ ചെയ്യും. പ്രൊട്ടക്ഷൻ മാത്രമല്ല ഓഫർ ചെയ്യുക, ആൻഡ് ഡെഹിസെൻസ്, ആന്തർ മെച്ചുവർ ആകുമ്പം ആന്തർ ഡിഹൈസ് ചെയ്യാനും സഹായിക്കും. ഇന്നർമോസ്റ്റ് ലെയർ ആണ് ടപ്പീറ്റം. അത് ന്യൂട്രിറ്റീവ് ആണ്. ന്യൂട്രിറ്റീവ് ഇൻ ഫങ്ഷൻ ആണ്. ഗിവിംഗ് നറിഷ്മെൻറ്റ് ടു ദ ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻസ്. മൈക്രോസ്പൊറാഞ്ചിയമിനകത്താണ് ഇൻ ഫ്യൂച്ചർ പോളൻ ഗ്രെയിൻസ് ഡെവലപ്പ് ആവുക. അവർക്ക് നറിഷ്മെൻറ്റ് കൊടുക്കാനാണ്. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സോ നെയിം ദ 4 വാൾ ലെയേഴ്സിന് എപ്പിഡേർമിസ്, എൻഡോത്തീസിയം, മിഡിൽ ലെയേഴ്സ് ആൻഡ് ടപ്പീറ്റം എന്നതാണ് ആൻസർ. റൈറ്റ് ദ ഫങ്ഷൻസ് ഓഫ് ദീസ് ലെയേഴ്സ്. The outer 3 layers, the so-called epidermis, endothelium and middle layers, are meant for protection and dehiscence of anther. Tapetum, the innermost layer, is nutritive in function, giving nourishment to the developing pollen grains. അത്ര എഴുതുമ്പോൾ ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, the next question is here, a small question. Exine of pollen grain is made up of. So simple. പെക്റ്റിനും സെല്ലുലോസും കൈറ്റിനുമല്ല, സ്പോറോപൊളനിനാണ് ആൻസർ. സ്പോറോപൊളനിൻ, വൺ ഓഫ് ദ മോസ്റ്റ് റെസിസ്റ്റൻറ്റ് ബയോളജിക്കൽ മെറ്റീരിയൽസ് എവർ നോൺ. അതിന് ഹൈ ടെമ്പറേച്ചേഴ്സിനെയും ആസിഡ്സിനെയും ആൽക്കലികളെയും എൻസൈംസിനെയും റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഷഹീൽ, ഹായ് മാൻ. അതുകൊണ്ട് ഫോസിലൈസേഷൻ ഓഫ് പോളൻ ഈസ് ക്വൈറ്റ് ഈസി. ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്താൽ, മൈക്രോസ്പോറോജനസിസ് നടന്ന ഉടനെ പോളൻ ഗ്രെയിൻ ഒരു 1 സെൽഡ് സ്ട്രക്ചർ ആയിരിക്കുമല്ലോ. ഒരു ന്യൂക്ലിയസ് ഒക്കെ ഉണ്ടാവും, വാക്യൂളൊക്കെ ഉണ്ടാവും. അതിനെ കവർ ചെയ്യാൻ വേണ്ടി 2 വാൾ ലെയേഴ്സ് ഉണ്ടാവും. ഇന്നർ ലെയറിൻ്റെ പേര് ഇൻടൈൻ എന്നാണ്. ഔട്ടർ ലെയറിൻ്റെ പേരാണ് എക്സൈൻ. പലപ്പോഴും അത് ഓർണമെൻറ്റഡ് ഒക്കെ ആയിരിക്കും. ഔട്ടർ ലെയറിൻ്റെ പേരാണ് എക്സൈൻ, ഇന്നർ ലെയറിൻ്റെ പേരാണ് ഇൻടൈൻ. അതിൽ എക്സൈൻ അത് മെയ്ഡ് അപ്പ് ഓഫ് ആരെന്നായിരുന്നു ക്വസ്റ്റ്യൻ. വൺ ഓഫ് ദ മോസ്റ്റ് റെസിസ്റ്റൻറ്റ് ബയോളജിക്കൽ മെറ്റീരിയൽസ് ആണ്. അതിൻ്റെ പേരാണ് സ്പോറോപൊളനിൻ. റൈറ്റ്.
one of the most resistant biological materials ever known that can withstand high temperatures, acids, alkali and enzymes. എക്സൈനിൽ സോ കോൾഡ് സ്പോറോപൊളനിൻ അത് എക്സൈനിൽ ഉള്ളത് കൊണ്ടാണ് അത് എന്ത് പറയണത് ഫോസിലൈസേഷൻ ഓഫ് പോളൻസ് ഈസ് ക്വൈറ്റ് ഈസി. ഫോസിലൈസ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ ഒരു കാര്യം കൂടി മറക്കരുത്, അതേ എക്സൈനിലെ 1-2 പോയിന്റുകളിൽ കുറച്ച് പോയിന്റുകളിൽ ഈ പറഞ്ഞ സ്പോറോപൊളനിൻ ആബ്സെൻ്റ് ആണ്. അതുകൊണ്ട് തിൻ ഏരിയകൾ ലീവ് ചെയ്യാറുണ്ട്. ലീവ് ചെയ്യുന്ന തിൻ ഏരിയകളെ വിളിക്കുന്ന പേര് ജേം പോസ് എന്നാണ്. ജേം പോസ് അത് പോളൻ ജേർമിനേഷന് വേണ്ടിയാണ്, അത് പോളൻ ട്യൂബ് എമിറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, let us move on to the next one. Yeah, again pollen grain related question ആണ്. Observe the figure given below. അതിൽ വാൾ ലെയർ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഔട്ടർ വാൾ എക്സൈൻ, ഇന്നർ വാൾ ഇൻടൈൻ. എക്സൈൻ ഈസ് മെയ്ഡ് ഓഫ് സ്പോറോപൊളനിൻ, ഇൻടൈൻ ഈസ് മെയ്ഡ് ഓഫ് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. ഇവിടെ അതല്ല ക്വസ്റ്റ്യൻ. ആ സോ കോൾഡ് വൺ സെൽഡ് പോളൻ ഗ്രെയിനിന് ഒരു അൺഈക്വൽ സെൽ ഡിവിഷൻ, എസിമെട്രിക് സ്പിൻഡിൽ ഫോർമേഷൻ കൊണ്ട് അൺഈക്വൽ സെൽ ഡിവിഷൻ നടന്നതിൻ്റെ റിസൾട്ടായിട്ട് അത് 2 സെൽഡ് സ്ട്രക്ചർ ആവും. ആ 2 സെല്ലുകളെ കുറിച്ചാണ് ഇവിടെ ക്വസ്റ്റ്യൻ. Observe the figure given below of the 2-celled pollen grain. Identify the cells A and B. 2-celled സ്റ്റേജിൽ ഇതാ ഇവിടെ കൊടുത്ത A എന്ന സെല്ല് ബിഗർ സെല്ലാണ്. അത് ഡെൻസ് സൈറ്റോപ്ലാസം, ഒരു പ്രൊമിനന്റ് ഇറഗുലർ ന്യൂക്ലിയസും ഒക്കെ അതിലുണ്ട്. റിസർവ് ഫുഡ് റിച്ച് ആണ്. അയാളുടെ പേര് വെജിറ്റേറ്റീവ് സെൽ എന്നാണ്. വെജിറ്റേറ്റീവ് സെൽ ഒരു ബിഗർ സെല്ലാണ്. ഓക്കെ, ബിഗർ സെൽ വിത്ത് റിച്ച് ഓഫ് റിസർവ് ഫുഡ്സ് ആണ്. പേരാണ് വെജിറ്റേറ്റീവ് സെൽ. ബിന്ന് ലേബൽ ചെയ്തത് ഒരു സ്മോളർ സെല്ലാണ്. സെല്ലിന് സ്പിൻഡിൽ ഷേപ്പാണ്. ന്യൂക്ലിയസ് സ്ഫെറിക്കൽ ഷേപ്പിലാണ് ഉണ്ടാവുക. അത് വെറുതെ ഫ്ലോട്ട്സ് ഇൻ ദ സൈറ്റോപ്ലാസം ഓഫ് വെജിറ്റേറ്റീവ് സെൽ. വെജിറ്റേറ്റീവ് സെല്ലിൻ്റെ സൈറ്റോപ്ലാസമിൽ ഫ്ലോട്ട് ചെയ്തതായിട്ടാണ് കാണുക. പേരാണ് ജനറേറ്റീവ് സെൽ. ഓക്കെ, 2-celled പോളൻ ഗ്രെയിൻ്റെ 2 സെല്ലുകളാണ് ഇത് രണ്ടും, വെജിറ്റേറ്റീവ് സെൽ ആൻഡ് ജനറേറ്റീവ് സെൽ. നിഹാൽ, വെരി നൈസ്. Vegetative cellum, generative cellum. Of them, the bigger cell is the vegetative cell, which is nutritive in function, which gives nourishment to the generative cell. A smaller sized cell with a spindle shape and spherical nucleus is called the generative cell. So, identify the cells A and B. A, vegetative cell. B, generative cell. Write any 2 peculiarities of A. A എന്ന് പറഞ്ഞത് ഇവിടെ വെജിറ്റേറ്റീവ് സെല്ലാണ്. അത് ബിഗർ സെല്ലാണ്. വെജിറ്റേറ്റീവ് സെൽ ബിഗർ സൈസ് ആണ്, ലാർജ് സൈസ് ഉള്ള സെല്ലാണ്. ഇറഗുലർ ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ് ബിഗർ ന്യൂക്ലിയസ് വിത്ത് ഇറഗുലർ ഷേപ്പ് ആണ്. ഇറഗുലർ ന്യൂക്ലിയസ് ആണ്, ഷേപ്പ് ഇല്ലാത്ത ന്യൂക്ലിയസ് ആണ്. റിച്ച് ഓഫ് റിസർവ് ഫുഡ് ആണ്. ഓക്കെ, റിച്ച് ഓഫ് റിസർവ് ഫുഡ്. റിസർവ് ഫുഡ് റിച്ച് ആണ്. റിസർവ് ഫുഡ് നിറച്ച് വെച്ചിരിക്കുകയാണ് ഫോർ ഗിവിംഗ് നറിഷ്മെന്റ് ടു ദ ജനറേറ്റീവ് സെൽ. ഫൈൻ. യെസ്, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. Given below are the features of flowers pollinated by wind, anemophily, water, hydrophily, and insect, entomophily. Arrange them in corresponding column. താഴെ കോളം തന്നിട്ടുണ്ട്, വിൻഡും വാട്ടറും ഇൻസെക്റ്റും എന്ന് പോളിനേറ്റിംഗ് ഏജന്റുകളെ കുറിച്ച്. വിൻഡും വാട്ടറും ഒബ്വിയസ്ലി അബയോട്ടിക് നോൺ ലിവിംഗ് പോളിനേറ്റിംഗ് ഏജൻസ് ആണ്. ഇൻസെക്ട്സ് ബയോട്ടിക് പോളിനേറ്റിംഗ് ഏജൻസിലെ മോസ്റ്റ് കോമൺ ആണ്. അബയോട്ടിക്കൽ കമ്പയറബിളി കോമൺ ആയത് വിൻഡ് ആണ്. മോസ്റ്റ് റെയർ ആണ് വാട്ടർ പോളിനേഷൻ. ബയോട്ടിക്കൽ ഏറ്റവും കോമൺ ആയത് ഇൻസെക്ട്സുമാണ്. വിൻഡ് പോളിനേഷൻ്റെ പേര് അനിമോഫിലി എന്നാണ്. അനിമോഫിലി അനിമൽ പോളിനേഷൻ അല്ല, വിൻഡ് പോളിനേഷൻ ആണ്. വാട്ടർ പോളിനേഷൻ ഹൈഡ്രോഫിലി ആണ്. വാട്ടർ പോളിനേഷൻ. ഇൻസെക്ട് പോളിനേഷൻ എൻറ്റമോഫിലി ആണ്. എൻറ്റമോഫിലി. അബയോട്ടിക്കൽ ഇത് രണ്ടും അബയോട്ടിക് ആണ്, വാട്ടറും വിൻഡും. അതിൽ മോസ്റ്റ് കോമൺ വിൻഡ് ആണ്. ബയോട്ടിക്കിൽ ഏറ്റവും കോമൺ ഇൻസെക്ട്സ് ആണ്. ഇത് രണ്ടും വിൻഡും വാട്ടറും തമ്മിൽ കമ്പയർ ചെയ്താലും മെജോറിറ്റി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിലും ഇൻസെക്ട്സ് ആണ് പോളിനേറ്റിംഗ് ഏജന്റ്. വാട്ടർ പോളിനേഷൻ മോസ്റ്റ് റെയർ ആണ്, റെസ്ട്രിക്റ്റഡ് ഓൺലി ടു 30 ജനറ, 30 ജീനസുകളിലേ കാണാറുള്ളൂ. ഈ തന്ന അഡാപ്റ്റേഷൻസ് ഒക്കെ എവിടെ ഏത് പോളിനേഷൻ്റെ കറസ്പോണ്ടിങ് ആണെന്ന് നോക്കാം. നമുക്കതിന് ഈസിനെസ്സിന് വേണ്ടി 1, 2, 3, 4, 5, 6 നമ്പർ കൊടുക്കാം. അപ്പം ഞാൻ നമ്പേഴ്സിനെ ഈ കോളമിൽ ഫില്ല് ചെയ്യാം കേട്ടോ. പോളൻ ഗ്രെയിൻസ് ആർ ലൈറ്റ് ആൻഡ് നോൺ സ്റ്റിക്കി. ഓഫ് കോഴ്സ് അത് വിൻഡ് പോളിനേഷൻ്റെ അഡാപ്റ്റേഷൻ ആണ്. വിൻഡ് പോളിനേഷൻ നടക്കണമെങ്കിൽ പോളൻ ഗ്രെയിൻസ് വിൻഡിൽ ക്യാരി ചെയ്യാൻ ലൈറ്റ് ഇൻ വെയ്റ്റ് ആൻഡ് നോൺ സ്റ്റിക്കി ആയിരിക്കണം.
പോളൻ ഗ്രെയിൻസ് ആർ സ്റ്റിക്കി എന്ന് പറയുമ്പം അത് ഇൻസെക്ട് പോളിനേഷനിലാണ് വരിക. അത് ഇൻസെക്റ്റിൻ്റെ ബോഡിയിലേക്ക് ആദ്യം സ്റ്റിക്ക് ചെയ്യണം, എന്നിട്ട് ഇൻസെക്റ്റ് വേറെ ഫ്ലവറിനെ വിസിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റിഗ്മയിലേക്ക് വീണ്ടും സ്റ്റിക്ക് ആവണം. അതിന് സ്റ്റിക്കി പോളൻ ഗ്രെയിൻസ് ഇൻസെക്ട് പോളിനേഷൻ്റെ സ്പെഷ്യാലിറ്റിയാണ്. പോളൻ ഗ്രെയിൻസ് ആർ ലാർജ് ആൻഡ് റിബൺ ഷേപ്ഡ് എന്ന് പറയുമ്പോൾ അത് വാട്ടർ പോളിനേഷൻ്റെ പെക്യൂലിയാരിറ്റിയാണ്. റിബൺ ഷേപ്ഡ് പോളൻ ഗ്രെയിൻസ്. പോളൻ ഗ്രെയിൻസ് ഹാവ് മ്യൂസിലേജ് കവറിങ്ങും വാട്ടർ പോളിനേഷൻ ആണ്, ടു പ്രിവെന്റ് വെറ്റിംഗ്, വെള്ളം കൊണ്ട് വെറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. റൈറ്റ്. ഫ്ലവേഴ്സ് ആർ ലാർജ്, കളർഫുൾ ആൻഡ് ഫ്രാഗ്രൻറ്റ്. അത് ഇൻസെക്ട് പോളിനേഷൻ്റെ സ്പെഷ്യാലിറ്റിയാണ്. ഇൻസെക്ട് പോളിനേഷന് വേണ്ടിയാണ് ഫ്ലവേഴ്സ് ലാർജ് ഇനഫ് ആവുക. Or if small, they will be aggregated together to form the inflorescence. സിംഗിൾ ഫ്ലവേഴ്സ് ആണെങ്കിൽ ലാർജ് ഫ്ലവേഴ്സ് ആയിരിക്കും. കുഞ്ഞു പൂക്കളാണെങ്കിൽ അത് അഗ്രിഗേറ്റ് ചെയ്ത് ഇൻഫ്ലോറസെൻസ് ആവും. എന്തിന്? ടു മേക്ക് ദം കോൺസ്പീക്വസ്. ഇൻസെക്റ്റിന് പെട്ടെന്ന് പ്രസക്തമായി അതിനെ കാണാൻ വേണ്ടിയിട്ട്. സിംഗിൾ ഒവ്യൂൾ പ്രസന്റ്. ഓരോ ഫ്ലവറിലും സിംഗിൾ ഒവ്യൂൾ ആണെങ്കിൽ അത് വിൻഡ് പോളിനേഷൻ്റെ പെക്യൂലിയാരിറ്റി ആയിരിക്കും. ഇങ്ങനെയായിരിക്കും ഫിൽ ചെയ്യേണ്ടി വരിക. ഓക്കെ, താഴെ എഴുതാവുന്നതാണ്. ഓക്കെ, 1-6 താഴെ ഓരോ നിങ്ങൾ എക്സാമിന് എഴുതുമ്പം ഇത് മൊത്തമായിട്ട് തന്നെ എഴുതണം ഓരോ കോളത്തിനും നേരെ. ഫൈൻ. ഓക്കെ, the next question. Name the special cellular thickenings present in the synergids. Write its function. നമുക്ക് ആദ്യം സിനർജിഡ് ആരാണെന്നൊക്കെ നോക്കാം അല്ലേ. ആൻജിയോസ്പേംസിന് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഉണ്ടായിരുന്നതുപോലെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിൻ്റെ പേരായിരുന്നു എന്ത്? ഗൈനീഷ്യം. ഗൈനീഷ്യമിൻ്റെ ഒരു യൂണിറ്റിനെ നമ്മൾ കാർപ്പൽ എന്നൊക്കെയാണല്ലോ വിളിക്കാറ്. ഓരോ കാർപ്പലിനും 3 ഭാഗങ്ങളാണ് ഉണ്ടാവുക: സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. ഓവറിൻ്റെ അകത്തുള്ള ചേംബറിൻ്റെ പേരാണ് ലോക്യൂൾ, ഒവേറിയൻ ക്യാവിറ്റി അല്ലെങ്കിൽ ലോക്യൂൾ എന്നൊക്കെ വിളിക്കും. ഓവറിൻ്റെ അകത്താണ് ലോക്യൂൾ ഉണ്ടാവുക. ഈ ബേസൽ സ്വളൻ പാർട്ടാണ് ആര്? ഓവറി. ഓവറിൻ്റെ അകത്ത് ഒരു സ്പേസ്, ഒരു ചേംബറാണ് ഒവേറിയൻ ക്യാവിറ്റി അല്ലെങ്കിൽ ലോക്യൂൾ. അതിൽ കുറച്ച് ന്യൂട്രിറ്റീവ് ടിഷ്യൂ ഉണ്ടാവും, പേരാണ് പ്ലാസെൻറ്റ. അതിൽ നിന്ന് എമേർജ് ചെയ്ത സ്ട്രക്ചേഴ്സ് ആണ് ഒവ്യൂൾസ്. മെഗാസ്പൊറാഞ്ചിയം ആണ് കേട്ടോ ഒവ്യൂൾ. മെഗാസ്പൊറാഞ്ചിയം ആണ് ഒവ്യൂൾ. ഒവ്യൂൾ എന്ന് പേരുള്ള മെഗാസ്പൊറാഞ്ചിയമിനകത്താണ് മെഗാസ്പോർ മദർ സെൽ ഉണ്ടാവുക. MMC, മെഗാസ്പോർ മദർ സെൽ. അയാൾക്ക് റിഡക്ഷൻ ഡിവിഷനായി മിയോസിസ് എന്ന റിഡക്ഷൻ ഡിവിഷൻ നടന്നതിൻ്റെ റിസൾട്ടായി 4 മെഗാസ്പോറുകൾ ഉണ്ടാവും. ഹാപ്ലോയിഡായ 4 മെഗാസ്പോർസ്. അതിലെ 3 ഡീജനറേറ്റ് ചെയ്തു പോവും, 1 മാത്രം പേഴ്സിസ്റ്റ് ചെയ്യും, പേരാണ് ഫങ്ഷണൽ മെഗാസ്പോർ. ആ ഫങ്ഷണൽ മെഗാസ്പോർ മിയോസിസിന് ശേഷമുള്ള ആളായതുകൊണ്ട് ഹാപ്ലോയിഡ് ആണ്. മെഗാസ്പോർ മദർ സെൽ ഡിപ്ലോയിഡ് ആയിരുന്നു. ഫങ്ഷണൽ മെഗാസ്പോറിന് 3 തവണ ന്യൂക്ലിയർ ഡിവിഷൻ നടക്കും അല്ലേ. 3 ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻസ് നടക്കും. 3 തവണ ന്യൂക്ലിയർ ഡിവിഷൻസ് നടക്കും. ന്യൂക്ലിയർ ഡിവിഷൻസിന് ശേഷം സെൽ വാൾ ഫോം ചെയ്യും. ഒരു ന്യൂക്ലിയസ് ഫസ്റ്റ് ഡിവിഷൻ കഴിഞ്ഞാൽ 2 ആവും, സെക്കൻഡ് ഡിവിഷൻ കഴിഞ്ഞാൽ 4 ആവും, തേർഡ് ഡിവിഷൻ കഴിഞ്ഞാൽ 8 ആവും. ശേഷം സെൽ വാളും ഫോം ചെയ്തുണ്ടാവുന്ന സ്ട്രക്ചറാണ് എംബ്രിയോസാക്. ഫീമെയിൽ ഗെമറ്റോഫൈറ്റിൻ്റെ പേരാണെന്ത്? എംബ്രിയോസാക്. ഫീമെയിൽ ഗെമറ്റോഫൈറ്റ് ആണ്. ഫീമെയിൽ ഗെമീറ്റിനെ ഹോൾഡ് ചെയ്യുന്ന ഫീമെയിൽ ഗെമറ്റോഫൈറ്റ് ആണ് ആര്? എംബ്രിയോസാക്. ആൻജിയോസ്പേംസിൻ്റെ എംബ്രിയോസാക്കിന് 7 സെൽസ് ആണ്. 7 സെൽഡ് ആണ്. 8 ന്യൂക്ലിയേറ്റഡ് ആണ്. 7 സെല്ലുകളും 8 ന്യൂക്ലിയസുകളുമുള്ള സ്ട്രക്ചറാണ് ആര്? എംബ്രിയോസാക്. എംബ്രിയോസാക്കിൻ്റെ 7 സെല്ലുകളിൽ ചലാസ ഭാഗത്ത് കാണുന്ന, ഒവ്യൂളിൻ്റെ ബേസായ ചലാസ ഭാഗത്ത് കാണുന്ന 3 സെല്ലുകളെ വിളിക്കുന്ന പേരാണെന്ത്? ആൻറ്റിപോഡൽസ്. 3 സെൽസ് ആണത്, ആൻറ്റിപോഡൽസ്. റൈറ്റ്. അത് ചലാസ റീജിയനിലാണ്. ആകെ 3 സെല്ലുകളാണ്. അവരുടെ പേരാണ് ആൻറ്റിപോഡൽസ്. നടുവിലെ വലിയ ചേംബറാണ് സെൻട്രൽ സെൽ. അതിൽ 2 പോളാർ ന്യൂക്ലിയകൾ ഉണ്ടാവും. മൈക്രോപൈൽ, ഒവ്യൂളിൻ്റെ ടിപ്പാണ് മൈക്രോപൈൽ. ആ മൈക്രോപൈലാർ എൻഡിൽ ഒരു ഫീമെയിൽ ഗമീറ്റ് ഉണ്ടാവും, പേര് എഗ്ഗൊറോവം എന്നാണ്. അതിന് ഇരുവശങ്ങളിലുമായി 2 സിനർജിഡ്സ് ഉണ്ടാവും അല്ലേ. സിനർജിഡ്സിൻ്റെ ബേസിലാണ് ദ സോ കോൾഡ് തിക്കനിങ്സ് ഉണ്ടാവുക, പേരാണ് ഫിലിഫോം അപ്പാരറ്റസ്. അതായിരുന്നു ക്വസ്റ്റ്യൻ. റൈറ്റ്. ക്വസ്റ്റ്യൻ എന്താ? നെയിം ദ സ്പെഷ്യൽ സെല്ലുലാർ തിക്കനിങ്സ് പ്രസന്റ് ഇൻ ദ സിനർജിഡ്സ്. പേര് ഫിലിഫോം അപ്പാരറ്റസ്. ഫിലിഫോം അപ്പാരറ്റസിനെ കാണുന്നത്
ഒവ്യൂളിൻ്റെ അകത്ത് ഫോം ചെയ്ത എംബ്രിയോ സാക്കിൽ മൈക്രോപൈലാർ റീജിയനിൽ എഗ് അപ്പാരറ്റസ് എന്ന് പേരുള്ള ഒരു എഗ്ഗും 2 സിനർജിഡ്സും ഉള്ളതിലെ സിനർജിഡ്സിന്റെ ബേസിലാണ് ആരെ കാണുക? ഫിലിഫോം അപ്പാരറ്റസ്. സ്പെഷ്യൽ സെല്ലുലാർ തിക്കനിങ്സ് കോൾഡ് ഫിലിഫോം അപ്പാരറ്റസ്. ഫംഗ്ഷൻ എന്താണ്? ടു ഗൈഡ് ദ പോളൻ ട്യൂബ് ഇൻ ടു ദ എംബ്രിയോ സാക്ക്. ടു ഗൈഡ് ദ പോളൻ ട്യൂബ്. ടു ഗൈഡ് ദ പോളൻ ട്യൂബ് ഇൻ ടു ദ എംബ്രിയോ സാക്ക്. പോളൻ ട്യൂബിനെ എംബ്രിയോ സാക്കിലേക്ക് ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഫംഗ്ഷൻ. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ പെരിസ്പെർമസ് സീഡ്? മക്കളെ, നിങ്ങൾക്ക് അറിയുന്നത് പോലെ ഒവ്യൂളിനകത്ത് കാണപ്പെടാറുള്ള ഡിപ്ലോയിഡ് ന്യൂട്രിറ്റീവ് ടിഷ്യൂവിൻ്റെ പേരാണ് എന്ത്? ന്യൂസെല്ലസ്. ന്യൂസെല്ലസ്. ഒരു ഒവ്യൂളാണല്ലോ പിന്നീട് സീഡായിട്ട് മാറുക. ഒവ്യൂൾ ഡെവലപ്പ് ചെയ്തിട്ട് എന്താവും? സീഡാവും. ഒവ്യൂൾ ഡെവലപ്പ് ചെയ്ത് സീഡായി കഴിയുമ്പോഴും ആ സീഡിനകത്ത് ഈ ന്യൂസെല്ലസിൻ്റെ റെമനൻസ്, കുറച്ചെങ്കിലും അവശിഷ്ടങ്ങളെ കാണുന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ അതിനെ വിളിക്കാറുള്ള പേരാണ് പെരിസ്പെർം. എൻഡോസ്പെർം അല്ല, പെരിസ്പെർം. ന്യൂസെല്ലസ് ഡിപ്ലോയിഡ് ആയിരുന്നതുകൊണ്ട് പെരിസ്പെർമിൻ്റെ പ്ലോയിഡിയും ഡിപ്ലോയിഡ് ആയിരിക്കും. എൻഡോസ്പെർം ആണെങ്കിൽ ട്രിപ്പിൾ ഫ്യൂഷൻ നടന്നുണ്ടാവണതല്ലേ, അത് ട്രിപ്ലോയിഡ് ആയി മാറിയനെ. ഓക്കെ, അപ്പോൾ പെരിസ്പെർം ഈസ് എ റെമനൻസ് ഓഫ് ന്യൂസെല്ലസ് വിത്തിൻ ദ സീഡ്. ഒവ്യൂൾ സീഡായി കഴിയുമ്പം ഒവ്യൂളായിരുന്ന കാലത്ത് അകത്തുണ്ടായിരുന്ന ന്യൂസെല്ലസിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടാൽ പറയുന്ന വാക്കാണെന്ത്? പെരിസ്പെർം. പ്ലോയിഡ് ഡിപ്ലോയിഡ് ആയിരിക്കും. അതിന് എക്സാമ്പിൾ ബെൽ പെപ്പർ ഓർ ബ്ലാക്ക് പെപ്പർ ആൻഡ് ബീറ്റ് എന്നാണ് NCERT കൊടുത്തത്. ഇവിടെ അതിന് എക്സാമ്പിളായി പറയാൻ പറ്റുന്നത് ഹിയർ കംസ് ബ്ലാക്ക് പെപ്പർ. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Two outbreeding devices. What are the outbreeding devices? The adaptations shown by the plants and flowers to decrease the chances of self-pollination and to increase the chances of cross-pollination. അതാണ് outbreeding devices. എന്താണ് outbreeding devices-ന്റെ സിഗ്നിഫിക്കൻസ്? മെജോറിറ്റി ഓഫ് ആൻജിയോസ്പെർം പ്ലാന്റിന്റെ ഫ്ലവേഴ്സും ഹെർമാഫ്രോഡൈറ്റിക് ആണ്, ബൈസെക്ഷൽ ആണ്, മൊണീഷ്യസ് ആണ്. അഥവാ ഒരേ ഫ്ലവറിൽ തന്നെ ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും കാണാറുണ്ട്. അതുകൊണ്ട് അവിടെ ഓട്ടോഗമിക്ക് ചാൻസ് വരും, സെൽഫ് പോളിനേഷനുള്ള ചാൻസ് വരും. അത് ഡിക്രീസ് ചെയ്തുകൊണ്ട് ക്രോസ് പോളിനേഷൻ ചാൻസസിനെ ഇംപ്രൂവ് ചെയ്ത് ജനറ്റിക് വേരിയബിലിറ്റി ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് outbreeding devices. So two of the outbreeding devices are listed already here. That is used to prevent the self-pollination. Complete the chart adding 2 more points ആണ് കൊടുത്തത്. സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി എ ജനറ്റിക്കലി ഫിക്സ്ഡ് ഔട്ട്ബ്രീഡിംഗ് ഡിവൈസ് ആണ്. യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് അതിന് ഡൈഷ്യസ് കണ്ടീഷൻ, ഡൈക്ലൈനി എന്നൊക്കെയാണ് വിളിക്കാൻ പറ്റുക. യൂണിസെക്ഷൽ പ്ലാന്റ്സ് ഓർ ഫ്ലവേഴ്സ് ഫോം ചെയ്യുക. 2 എണ്ണം കൂടെ എഴുതാനാണ് പറഞ്ഞത്. ഒന്നുകിൽ നമുക്ക് ഡൈക്കോഗെമി എന്ന് പറയാം. ഡൈക്കോഗെമി എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലവർ ബൈസെക്ഷൽ ആണ്, പക്ഷെ അതിൻ്റെ ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ഒരുമിച്ച് മെച്ചുർ ആവാതിരിക്കലാണ്. ആൻഡ്രീഷ്യം ഗൈനീഷ്യവും സെപ്പറേറ്റ് ടൈമുകളിൽ മെച്ചുർ ആവുക. ഒരുമിച്ച് മെച്ചുർ ചെയ്താൽ സെൽഫ് പോളിനേഷൻ ചാൻസ് വരും. അത് ഓവർകം ചെയ്യാൻ വേണ്ടി ഡിഫറെൻറ്റ് ടൈമിൽ മെച്ചുർ ആവുക. അത് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്നുകിൽ പ്രൊട്ടാൻഡ്രി, ആൻഡ്രീഷ്യമാണ് മെച്ചുർ ചെയ്യുന്നത് ആദ്യമെങ്കിൽ പ്രൊട്ടാൻഡ്രി, or if the gynecium matures first called the protogyny. Protandry and protogyny 2 ഡൈക്കോഗെമി മെത്തേഡ്സ് ആണ്. വേറൊന്ന് ഹെറ്ററോസ്റ്റൈലി ആണ്. ഹെറ്ററോസ്റ്റൈലി എന്ന് പറയുമ്പം ഹെറ്ററോസ്റ്റൈലി ആന്തറും സ്റ്റിഗ്മയും സെയിം ലെവലിൽ നിൽക്കുമ്പോഴാണല്ലോ സെൽഫ് പോളിനേഷൻ്റെ ചാൻസ് വരിക. അതുകൊണ്ട് ആന്തറും സ്റ്റിഗ്മയും കൂടി സെയിം ലെവലിൽ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ആന്തറും സ്റ്റിഗ്മയും ഡിഫറെൻറ്റ് ലെവലിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പണി ഇതാണ്. അതിനുവേണ്ടി സ്റ്റൈലിൻ്റെ ലെങ്ത്ത് മാറുക. ഓക്കെ, ഒന്നുകിൽ സ്റ്റൈൽ ഷോർട്ടായിക്കൊണ്ട് ആന്തർ ഭയങ്കര ദൂരെ മുകളിലായി നിൽക്കുക, അല്ലെങ്കിലോ സ്റ്റൈലിൻ്റെ ലെങ്ത്ത് ഷോർട്ടായിക്കൊണ്ട് ആന്തർ സ്റ്റിഗ്മ എത്തുന്നതിനേക്കാൾ താഴെ ലെവലിൽ നിൽക്കുക. ആന്തറും സ്റ്റിഗ്മയും സെയിം ലെവലിൽ നിന്നാൽ സെൽഫ് പോളിനേഷൻ നടന്നു പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ലെവൽസിൽ അവരെ കീപ്പ് ചെയ്യാം. ഓക്കെ, yes. Observe and label the parts A, B, C and D. ഫിഗറിൽ തന്നിട്ടുള്ളത് ഒരു ഡൈക്കോട്ട് എംബ്രിയോനെയാണ്. ഒരു ഡൈക്കോട്ട് എംബ്രിയോന്റെ സ്ട്രക്ചറാണ് ഇവിടെ വരച്ച് തന്നിട്ടുള്ളത്. NCERT ഉള്ള സെയിം ഫിഗർ ആണ്. ഇതിൽ ഹൈപ്പോകോട്ടയിൽ മാത്രമേ ഇവിടെ ലേബൽ ചെയ്തുള്ളൂ, ബാക്കി നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ A എന്ന് മെൻഷൻ ചെയ്ത ഈ പോർഷൻ ഉണ്ടല്ലോ, അതാണ് മക്കളെ പ്ലിമ്യൂൾ. പ്ലിമ്യൂൾ
പിന്നീട് ഷൂട്ട് സിസ്റ്റമായി വരാൻ പോണ പ്ലിമിയോവും. രണ്ട് സൈഡിലേക്കും എമേർജ് ചെയ്ത് നിൽക്കുന്ന എംബ്രിയോണിക് ലീവ്സ് ആണ് ബി അഥവാ കോട്ടിലിഡൻസ്. കോട്ടിലിഡൻസ് ആണ് ബി. സി എന്ന് പറയുന്നത് ഒബ്വിയസ്ലി റാഡിക്കൽ ആണ്. റാഡിക്കൽ പിന്നീട് റൂട്ട് സിസ്റ്റമായി മാറാനുള്ള ഭാഗമാണ് റാഡിക്കൽ. റാഡിക്കലിനെ കവർ ചെയ്യുന്നതാണ് ഡി, അത് റൂട്ട് ക്യാപ്പ് ആണ്. റൂട്ട് ക്യാപ്പ്. ഇത്ര ഭാഗങ്ങളാണ് ലേബൽ ചെയ്യാനുള്ളത്. ഓക്കെ. യെസ്, ദ കമ്മിങ് ക്വസ്റ്റ്യൻ. The most vital event of sexual reproduction is the fusion of gametes. Name the process of production of offsprings without fusion of gametes. Without fusion of gametes, offsprings form ചെയ്യുവാണെങ്കിൽ അതിൻ്റെ പേര് പാർത്തനോജനസിസ് എന്നാണ്. പാർത്തനോജനസിസ്. പാർത്തനോജനസിസ്. ഹണി ബീസിലും ചില ബേർഡ്സ് ലൈക്ക് ടർക്കീസിലും ഒക്കെ കാണുന്നതാണ് പാർത്തനോജനസിസ്, where the female gamete, the so-called egg or ovum, is directly developed into an embryo or offspring without fertilization. Okay. Name the process of production of seeds without fertilization. അപ്പോൾ പ്രോസസ്സിൻ്റെ പേര് apomixis എന്നാണ്. Apomixis. Apomixis is a kind of asexual reproduction which mimics the sexual reproduction by producing seeds without fertilization. ഓക്കെ. ചില ആസ്റ്ററേസി മെമ്പേഴ്സ്, കമ്പോസിറ്റ് ആസ്റ്ററേസി, സൺഫ്ലവറിൻ്റെ ഒക്കെ ഫാമിലിയിലും ചില ഗ്രാസസിലും ഒക്കെയാണ് അപ്പോമിക്സിസ് കാണുക. ഇതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഇവിടെ ചോദിക്കാത്ത ഒരാളുണ്ട്. അത് ഡെവലപ്മെൻറ്റ് ഓഫ് ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ആണ്. അത് പാർത്തനോ കാർപ്പിയാണ്. കാർപ്പ് എന്ന് പറയുമ്പം എപ്പോഴും ഫ്രൂട്ടിനെ കുറിച്ചാണല്ലോ അല്ലേ. ആസ്കോ കാർപ്പ്, ബസീരിയോ കാർപ്പ്, പെരി കാർപ്പ് എന്നീ കാർപ്പ് എന്നുള്ളതൊക്കെ ഫ്രൂട്ടിനെ മെൻഷൻ ചെയ്യാനാണ്. Parthenocarpy is the development of ovary into fruit without fertilization, as in banana ആണ്. ഇവിടെ ചോദിച്ചത് പാർത്തനോജനസിസിനെയും അപ്പോമിക്സിസിനെയും ആണ്. Yeah, moving to the second chapter from +2 syllabi, that is biotechnology principles and processes. Fine. Thermostable DNA polymerase എൻസൈമിൻ്റെ പേരാണ് ടാക് പോളിമറൈസ്. PCR-ലാണ് യൂസ് ചെയ്യാറ്. polymerase chain reactionil is isolated from a bacterium called അത് Streptococcus pneumoniae അല്ല, അത് ന്യൂമോണിയൻ്റെ രോഗാണുവാണ്. സാൽമണല്ല ടൈഫിമ്യൂരിയം അല്ല, അത് ഫസ്റ്റ് RDN ഉണ്ടാക്കാൻ സ്റ്റാൻലി കോഹനും ഹെർബർട്ട് ബോയറും ചൂസ് ചെയ്ത വെക്ടറായ പ്ലാസ്മിഡിനെ ഐസൊലേറ്റ് ചെയ്ത ബാക്ടീരിയമാണ്. എഷറിക്ക കോളി ഇൻസുലിൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഫസ്റ്റ് RDNA പ്രോസസ്സിൽ ഹോസ്റ്റായി വർക്ക് ചെയ്ത ആളാണ് എഷറിക്ക കോളി, ഈ കോളി. ആൻസർ തെർമസ് അക്വാട്ടിക്കസ് ആണ്. തെർമസ് അക്വാട്ടിക്കസിൻ്റെ ജീനസ് നെയിമായ തെർമസിൽ നിന്ന് ടിയും അക്വാട്ടിക്കസ് എന്ന സ്പീഷീസ് നെയിമിൽ നിന്ന് A and Qയും ചേർന്നതാണ് ടാക് പോളിമറൈസ്. അതൊരു തെർമോസ്റ്റേബിൾ, ഹീറ്റ് സ്റ്റേബിൾ പോളിമറൈസ് എൻസൈമാണ്. ഫൈൻ. ആൻഡ് ദ ക്വസ്റ്റ്യൻ, നെയിം ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് large quantity of recombinant protein. So in order to obtain the foreign gene product, എന്ത് ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുമെന്നാണ് ക്വസ്റ്റ്യൻ. അത് ബയോറിയാക്ടർ ആണ്. ബയോറിയാക്ടറിനെയാണ് യൂസ് ചെയ്യുക. ബയോറിയാക്ടേഴ്സ് ആർ thought of as vessels where the raw materials are biologically converted into specific products, individual enzymes, etc. using microbial, plant, animal or human cells എന്ന ഡെഫിനിഷനും പഠിച്ചിട്ടുണ്ട്. ലോകത്ത് ഒരുപാട് ടൈപ്പ് ബയോറിയാക്ടേഴ്സ് ഉണ്ടെങ്കിലും മോസ്റ്റ് കോമൺ ടൈപ്പ് ബയോറിയാക്ടേഴ്സ് എല്ലാം സ്റ്റിറിംഗ് ടൈപ്പ് ആണ്. ഓക്കെ. മോസ്റ്റ് കോമൺലി യൂസ്ഡ് ബയോറിയാക്ടേഴ്സ് ആർ ഓഫ് സ്റ്റിറിംഗ് ടൈപ്പ്. സ്റ്റിററുള്ള, അജിറ്റേറ്ററുള്ള, മിക്സിംഗ് കപ്പാസിറ്റി ഉള്ള, സ്റ്റിറിംഗ് ടൈപ്പ് ഓഫ് ബയോറിയാക്ടേഴ്സ് ആണ് മോസ്റ്റ് കോമൺ. like simple stirred tank bioreactors, sparged stirred tank bioreactors എന്നൊക്കെ വിളിക്കും. stirred tank bioreactorsന് ചില ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. അതിന് ലൈക്ക് സ്റ്റെറിലൈസിങ് സിസ്റ്റം, ഓക്സിജൻ ഡെലിവറിങ് സിസ്റ്റം, അജിറ്റേറ്റർ സിസ്റ്റം, ഫോം ബ്രേക്കിംഗ് സിസ്റ്റം, ടെമ്പറേച്ചർ കൺട്രോളിംഗ് സിസ്റ്റം, pH കൺട്രോളിംഗ് സിസ്റ്റം, സാമ്പിളിംഗ് പോഡ്സ് ഒക്കെ അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് 2 methods by which alien DNA is introduced into host directly. ഏറ്റവും എളുപ്പമുള്ള 2 മെത്തേഡ്സ് തന്നെ പറയാം അല്ലേ. ഒന്ന് മൈക്രോ ഇഞ്ചക്ഷൻ ആണ്. മൈക്രോ ഇഞ്ചക്ഷൻ അത് അനിമൽ സെൽസിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ളതാണ്. അനിമൽ സെൽസിന് വേണ്ടിയുള്ളതാണ്. where the RDNA is directly injected into the nucleus of animal cell. right. മറ്റൊരു മെത്തേഡിൻ്റെ പേര് ജീൻ ഗൺ മെത്തേഡ് എന്നാണ്. ജീൻ ഗൺ മെത്തേഡിൻ്റെ വേറൊരു പേര് ബയോലിസ്റ്റിക്സ് എന്നാണ്.
ബയോലിസ്റ്റിക്സ് എന്ന ജീൻ ഗൺ അത് പ്ലാന്റ് സെൽസിനുള്ള സ്പെസിഫിക് ആയിട്ടുള്ള മെത്തേഡാണ്. വേർ ദ ഫോറിൻ DNA or the rDNA coated over the microparticles of gold or tungsten, AU or W, ഗോൾഡ് ഓർ ടങ്സ്റ്റണിന്റെ മൈക്രോ പാർട്ടിക്കിൾസിന്റെ മേലെയാണ് അവിടെ DNA കോട്ട് ചെയ്യുക, which is bombarded into the plant nucleus in a high velocity, called gene gun or biolistics. Okay. Yes. Observe the nucleotide sequence given below. GAATTC, guanine, adenine, adenine, thymine, thymine, cytosine. അത് ഒരു സ്ട്രാൻഡിൽ അങ്ങോട്ട് വായിക്കുമ്പോൾ കിട്ടിയതുപോലെ തന്നെ തിരിച്ചു കിട്ടുന്നുണ്ട്. GAATTC. നെയിം ദിസ് കൈൻഡ് ഓഫ് ന്യൂക്ലിയോടൈഡ് സീക്വൻസ്. ഇതിൻ്റെ പേര് പാലിൻഡ്രോമിക് സൈറ്റ്സ് എന്നാണ് അല്ലേ. പാലിൻഡ്രോം ആണ്. പാലിൻഡ്രോമിക് ന്യൂക്ലിയോടൈഡ്സ് ആണ്. പാലിൻഡ്രോമിക് സീക്വൻസ് ആണ്. പാലിൻഡ്രോമിക് സീക്വൻസ്. ഡിഫൈൻ ദിസ് സീക്വൻസ്. ഈ പാലിൻഡ്രോമിക് സീക്വൻസിനെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ എന്ത് പറയും? സീക്വൻസ് ഓഫ് ബേസ് പെയേഴ്സ് ഇൻ DNA which reads the same on both the sides, okay, while the orientation of reading is kept the same. ഒന്നുകിൽ രണ്ട് സ്ട്രാൻഡുകളെയും 3' to 5' ഡിറക്ഷനിൽ വായിക്കുക, അല്ലെങ്കിൽ രണ്ട് സ്ട്രാൻഡുകളെയും 5' to 3' ഡിറക്ഷനിൽ വായിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഒരേ നൈട്രജൻ ബേസ് സീക്വൻസസ് കിട്ടുമെങ്കിൽ അതിനെയാണ് നമ്മൾ പാലിൻഡ്രോമിക് സീക്വൻസസ് ഇൻ DNA എന്ന് പറയാം. വേർഡ് പാലിൻഡ്രോം ആയിരുന്നെങ്കിൽ ഒരേ വേർഡിനെ തന്നെ ഫോർവേഡായും ബാക്ക്വേർഡായും വായിക്കുമ്പോൾ സ്പെൽ ഔട്ട് ചെയ്യുന്നത് സെയിം ആണെങ്കിൽ പാലിൻഡ്രോം എന്ന് വിളിച്ചേനെ. യെസ് ഷബീബ്, ഹലോ. പക്ഷേ വേർഡിലാണ് സെയിം വേർഡിനെ ഫോർവേഡും ബാക്ക്വേർഡും ആയിട്ട് വായിക്കുക. DNA ഡബിൾ സ്ട്രാൻഡഡ് ആയതുകൊണ്ട് DNAന്റെ പാലിൻഡ്രോമിക് സീക്വൻസസ് എന്ന് പറയുമ്പോൾ രണ്ട് സ്ട്രാൻഡുകളെ ഓറിയന്റേഷൻ ഓഫ് റീഡിംഗ് സെയിം ആക്കി വായിക്കുമ്പോൾ either read both the strands from 3' to 5' or both from 5' to 3', അപ്പം സെയിം നൈട്രജൻ ബേസ് സീക്വൻസസ് കിട്ടുന്നതാണ് പാലിൻഡ്രോം. ഇവിടെ തന്ന ഈ എക്സാമ്പിളായ പാലിൻഡ്രോം റെക്കഗ്നിഷൻ സീക്വൻസ് ആണല്ലേ. റെക്കഗ്നിഷൻ സീക്വൻസ് ഓഫ് ദ മോസ്റ്റ് സ്റ്റഡീഡ് ആർഎൻ ആയ EcoR1. EcoR1 എന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈമിന്റെ റെക്കഗ്നിഷൻ സീക്വൻസ് ആയ പാലിൻഡ്രോം ആണിത്. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What are palindromic DNA sequences? നമ്മൾ ഓൾറെഡി പറഞ്ഞു. The sequence of base pairs in DNA which read the same on both the strands when orientation of reading is kept the same. എക്സാമ്പിളും കൂടെ ചോദിക്കുന്നുണ്ട്. റൈറ്റ് വൺ എക്സാമ്പിൾ എന്നാ ചോദിച്ചത്. ഒന്നുകിൽ 5', guanine, adenine, adenine, thymine, thymine, cytosine towards 3'. അതിൻ്റെ പെയർ വരച്ചാൽ 5', guanine, adenine, adenine, thymine, thymine, cytosine towards 3' എന്ന് തന്നെ കിട്ടും അല്ലേ. ഗ്വാനിൻ സൈറ്റോസിൻ ട്രിപ്പിൾ ബോണ്ടുകളും അഡിൻ തൈമിൻ ഡബിൾ ബോണ്ടുകളും. വേറൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ 5', GTC, GAC towards 3'. ഗ്വാനിൻ തൈമിൻ സൈറ്റോസിൻ, ഗ്വാനിൻ അഡിനിൻ സൈറ്റോസിൻ. കോംപ്ലിമെന്ററി സ്ട്രാൻഡിനെ വരച്ചാൽ ഓപ്പോസിറ്റ് ആയിട്ട് 5' മുതൽ തുടങ്ങിയാൽ ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ, അഡിനിൻ, സൈറ്റോസിൻ. ഇതും അപ്പോൾ പാലിൻഡ്രോം ആണ്. ഫൈൻ. Palindromic sequences are the sequence of base pairs. In DNA, palindromes are the sequence of base pairs that read the same on both the strands when orientation of reading is kept the same. Okay, ഇത് രണ്ടും എക്സാമ്പിൾസ് ആണ്. ഫൈൻ. ഒബ്സർവ് ദ ഡയഗ്രാം. ഈ ഡയഗ്രാം നമുക്ക് വളരെ ഫെമിലിയർ ആണ്. ഓക്കെ, ഷഹീൽ പാലിൻഡ്രോമിൻ്റെ ഡെഫിനിഷൻ ആണോ? സീക്വൻസ് ഓഫ് DNA കാര്യമാണ് പറയുന്നത്. വേർഡ് പാലിൻഡ്രോം എന്ന് പറഞ്ഞാൽ എന്താ? വേർഡ് പാലിൻഡ്രോംസ് ആർ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് ദാറ്റ് റീഡ് ദ സെയിം ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് എന്നേ ഉള്ളൂ. അതല്ല പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് DNA പാലിൻഡ്രോംസ് ആണ്. ഓക്കെ, DNA പാലിൻഡ്രോംസ് ആർ സീക്വൻസ് ഓഫ് ബേസ് പെയേഴ്സ് ദാറ്റ് റീഡ് ദ സെയിം ഓൺ ബോത്ത് ദ സ്ട്രാൻഡ്സ് വെൻ orientation of reading is kept the same. Sequence of base pairs like this, അത് വായിക്കുമ്പോൾ ഒരേപോലെ കിട്ടും രണ്ട് സ്ട്രാൻഡുകളിൽ. എങ്ങനെയാണെങ്കിൽ രണ്ട് സ്ട്രാൻഡുകളെയും വായിക്കുന്നതിൻ്റെ ഓറിയന്റേഷൻ സെയിം ആയി കീപ്പ് ചെയ്താൽ, അഥവാ രണ്ട് സ്ട്രാൻഡുകളിലും ഒന്നുകിൽ 3' to 5' വായിക്കണം, അല്ലെങ്കിൽ രണ്ട് സ്ട്രാൻഡുകളെയും 5' നിന്ന് 3' വായിക്കണം, അഥവാ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വായിക്കണം. DNA രണ്ട് സ്ട്രാൻഡുകളെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വായിക്കണം. ഹലോ ഫിദ. ഓക്കെ, ഷഹീൽ കിട്ടിയല്ലോ അല്ലേ? ഇൻ ദ DNA palindromes are
sequence of base pairs that read the same on both the strands when orientation of reading is kept the same. Okay. യെസ്, ഈ ഫിഗർ നമുക്ക് വളരെ ഫെമിലിയർ ആണ്. നിങ്ങൾ റെക്കോർഡിലേക്കൊക്കെ പിക്ചർ ഫോട്ടോസ്റ്റാറ്റും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ഐഡൻറ്റിഫൈ ദ ക്ലോണിംഗ് വെക്റ്റർ. ഇതൊരു പ്ലാസ്മിഡ് വെക്റ്റർ ആണ്. ഇയാളുടെ പേര് PBR322 എന്നാണ്. PBR322. PBR322. ആരാണ് PBR322? ഒരു ആർട്ടിഫിഷ്യൽ ഈക്കോളി പ്ലാസ്മിഡ് ആണ്. ഓക്കെ, ദ ഫസ്റ്റ് മെയ്ഡ് the most commonly used artificial cloning vector ആണ്. Artificial cloning vector ഒരു artificial cloning vector ആണ്. Okay, the first, the best used, the most commonly used, the most versatile artificial cloning vector developed from ആരിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്തത്? developed from plasmid of E. coli. ഈക്കോളികളുടെ പ്ലാസ്മിഡിനെ മോഡിഫൈ ചെയ്തുണ്ടാക്കിയ ഫസ്റ്റ് ഫോം ചെയ്ത ബെസ്റ്റ് ആയിട്ട് മോസ്റ്റ് കോമൺ ആയും യൂസ് ചെയ്യുന്ന ഒരു ആർട്ടിഫിഷ്യൽ ക്ലോണിംഗ് വെക്റ്റർ ആണിത്. പേര് PBR322. റൈറ്റ് 3 ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് എ ക്ലോണിംഗ് വെക്റ്റർ. ഒരു വെക്റ്റർ ബെസ്റ്റ് ആവണമെങ്കിൽ 3 ഫീച്ചേഴ്സ് വേണം. അതിലൊന്നാണ് ഒറീസൈറ്റ്, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് റെപ്ലിക്കേഷൻ, the sequence from where replication starts that can control the copy number of DNA within a cell. ഇവിടെ എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കേണ്ടതില്ല. ഇവിടെ ആ പേരുകൾ എഴുതാനേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ആകെ 2 മാർക്കേ ഉള്ളൂ. And the first question, identify the cloning vector PBR322. Write 3 characteristic features of a cloning vector. Oocyte ആണ് ഫസ്റ്റ് ഫീച്ചർ. Oocyteന്റെ ഫുൾ ഫോം ആണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. രണ്ടാമത്തത് സെലക്റ്റബിൾ മാർക്കേഴ്സ് ആണ്. Selectable markers. Selectable markers are the genes used to identify and eliminate the non-transformants and selectively permitting the growth of transformants. Most common ആയി ഉപയോഗിക്കാറുള്ള selectable markers antibiotic resistant genes ആണ്. The genes conferring resistance to antibiotics such as, നിങ്ങൾക്ക് എക്സാമ്പിൾ പറഞ്ഞു തരുവാണെങ്കിൽ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീൻ, ആംപിസിലിൻ റെസിസ്റ്റൻസ്, PBR322 ഇത് രണ്ടും ഉള്ളത്. ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീനും ആംപിസിലിൻ റെസിസ്റ്റൻസ് ജീനും സെലക്റ്റബിൾ മാർക്കേഴ്സ് ആയിട്ടുണ്ട്. മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറയുമ്പം ക്ലോണിംഗ് സൈറ്റ്സ് ആണ്. ക്ലോണിംഗ് സൈറ്റ്സ് എന്ന് പറയുമ്പോൾ മറ്റൊന്നുമല്ല, റെസ്ട്രിക്ഷൻ എൻസൈം കൊണ്ട് കട്ട് ചെയ്യുന്ന സൈറ്റ്സ് തന്നെയാണ് ക്ലോണിംഗ് സൈറ്റ്സ്. റെസ്ട്രിക്ഷൻ എൻസൈംസിൻ്റെ റെക്കഗ്നീഷൻ സൈറ്റുകൾ തന്നെയാണ്. എൻസൈം കട്ട് ചെയ്യാൻ വേണ്ടി റെക്കഗ്നൈസ് ചെയ്യുന്ന സൈറ്റുകളുടെ പേര് തന്നെയാണ് എന്ത്? ക്ലോണിംഗ് സൈറ്റ്സ്. ഇറ്റ്സ് ബെറ്റർ ടു ഹാവ് വെരി ഫ്യൂ, പ്രിഫറബിളി എ സിംഗിൾ ക്ലോണിംഗ് സൈറ്റ് ഫോർ ദ മോസ്റ്റ് യൂഷ്വലി യൂസ്ഡ് റെസ്ട്രിക്ഷൻ എൻസൈം എന്നൊക്കെ പഠിക്കാറുണ്ട് അല്ലേ? അതൊക്കെ എക്സ്ട്രാ പറഞ്ഞതേ ഉള്ളൂ. ക്വസ്റ്റ്യൻ സോ സിമ്പിൾ ആണ്. Identify the cloning vector, that is PBR322. Write 3 characteristic features of a cloning vector: oocyte, selectable markers, and cloning sites. Okay. Yes. One of the important features of cloning vector is the presence of selectable marker. Write the role of selectable marker. എന്താണ് റോൾ? എന്താണ് സെലക്റ്റബിൾ മാർക്കറിൻ്റെ റോൾ? To identify and eliminate the non-transformants and selectively permitting the growth of transformants. അതിന് ട്രാൻസ്ഫോർമേഷൻ എന്താണെന്ന് അറിയണം അല്ലേ? ട്രാൻസ്ഫോർമേഷൻ. Transformation is the procedure through which a piece of DNA is introduced into host bacterium. ഒരു ഹോസ്റ്റിനകത്തേക്ക് പുറമേ നിന്നുള്ള ഒരു DNA ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പേരാണ് മക്കളെ എന്ത്? ട്രാൻസ്ഫോർമേഷൻ. ഇതൊരു ഫോറിൻ DNA ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അതിനെ പുറത്തുള്ള ഒരു ഫോറിൻ DNA ഒരു ബാക്ടീരിയത്തിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകുന്ന പ്രോസസ്സിൻ്റെ പേരാണ് എന്ത്? ട്രാൻസ്ഫോർമേഷൻ. Transformation is the procedure through which a piece of DNA is introduced into host bacterium. ഒരു ബാക്ടീരിയൽ ഹോസ്റ്റിലേക്ക് ഒരു ഫോറിൻ DNA കൊണ്ടുപോകുന്ന പ്രോസസ്സിൻ്റെ പേരാണ് ട്രാൻസ്ഫോർമേഷൻ. അത് സക്സസ് ആയവരെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഫോർമൻസ്. അത് ഫെയിൽ ആയി പോയവരെ വിളിക്കുന്ന പേരാണ് നോൺ ട്രാൻസ്ഫോർമൻസ്. ട്രാൻസ്ഫോർമേഷൻ സക്സസ് ആയ ട്രാൻസ്ഫോർമൻസിൻ്റെ ഗ്രോത്തിനെ പെർമിറ്റ് ചെയ്യുകയും ട്രാൻസ്ഫോർമേഷൻ ഫെയിൽഡ് ആയ നോൺ ട്രാൻസ്ഫോർമൻസിനെ എലിമിനേറ്റ് ചെയ്യാനും സഹായിക്കുന്ന ജീനുകളാണ് സെലക്റ്റബിൾ മാർക്കേഴ്സ്.
Name the selectable markers used in PBR 322. നമ്മൾ പറഞ്ഞതാണ് ഓൾറെഡി, രണ്ട് സെലക്റ്റബിൾ മാർക്കേഴ്സ് ആണ് അവർക്കുള്ളത്. രണ്ടും ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീനുകളാണ്. ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീൻ ആൻഡ് ആംപിസിലിൻ റെസിസ്റ്റൻറ്റ് ജീൻ. ഓക്കെ, എന്നിട്ടോ റൈറ്റ് ദ അതർ ടു ഫീച്ചേഴ്സ് ഓഫ് ക്ലോണിംഗ് വെക്റ്റർ. ഒരു ക്ലോണിംഗ് വെക്റ്ററിന് ഉണ്ടാവേണ്ടുന്ന വേറെ ഫീച്ചർ എന്തൊക്കെയാണ്? ഒറീസൈറ്റ് വേണം, ആൻഡ് പിന്നെ വേണ്ടത് എന്താണ്? റൈറ്റ്, ഓൾറെഡി സെലക്റ്റബിൾ മാർക്കർ പറഞ്ഞത് കഴിഞ്ഞതുകൊണ്ട് ക്ലോണിംഗ് സൈറ്റ്സ് വേണം. ഇത്രയല്ലേ ഉള്ളൂ. ഫൈൻ. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ പ്രോസസ്. ടെക്സ്റ്റിൽ തന്ന ഫിഗർ തന്നെയാണ്. ഇവിടെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 30 സൈക്കിൾസ് കൊണ്ട് അത് അപ്രോക്സിമേറ്റ്ലി 1 ബില്യൺ ടൈംസ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഈ പ്രോസസ്സിന്റെ പേര് PCR എന്നാണ്. ഫുൾ ഫോം പോളിമെറൈസ് ചെയിൻ റിയാക്ഷൻ, PCR. പോളിമെറൈസ് കൊണ്ട് ഉദ്ദേശിച്ചത് DNA പോളിമെറൈസ് എൻസൈമിനെയാണ്. DNA പോളിമെറൈസ് അത് ചെയ്യുന്ന ജോലി അത് DNA റെപ്ലിക്കേഷൻ ആണ്. DNA റെപ്ലിക്കേഷനിൽ ഇൻവോൾവ് ചെയ്ത എൻസൈമാണ് DNA പോളിമെറൈസ്. അത് CR ഫോമിൽ, ചെയിൻ റിയാക്ഷൻ ഫോമിൽ അൺഎൻഡിങ് ആയി നടക്കുന്നു മാത്രം. ഓരോ റൗണ്ടും നടക്കുമ്പോൾ DNA കണ്ടന്റ് ഡബിൾ ആയിക്കൊണ്ടേയിരിക്കും. അഥവാ 2n എന്ന മാനറിൽ ഒരു തവണ നടന്നാൽ 2 2 ആവും. 2 തവണ നടന്നാൽ 2 4 ആവും. 3 തവണ നടന്നാൽ 2 8 ആവും. പിന്നെ 16, പിന്നെ 32. അങ്ങനെ ഒരു 30 സൈക്കിൾസ് നടക്കുമ്പോഴാണ് 2 ആകുമ്പോഴാണ് അത് അപ്രോക്സിമേറ്റ്ലി 1 ബില്യൺ കോപ്പീസ് ഓഫ് DNA ഫോം ചെയ്യാൻ സഹായിക്കുക. ഓക്കെ, സോ അതിൻ്റെ സ്റ്റെപ്സ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. റൈറ്റ് ദ സ്റ്റെപ്സ് ഓഫ് യൂസ് ചെയ്ത് നടക്കുന്നതാണ് ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റെപ്പ്. പേരാണ് DNA ഡീനാച്ചുറേഷൻ. ഡീനാച്ചുറേഷൻ, DNA ഡീനാച്ചുറേഷൻ എന്നാണ് വിളിക്കുക. ഡീനാച്ചുറേഷൻ ഹീറ്റ് കൊടുക്കുമ്പോൾ ഒരു 90 to 98 ഡിഗ്രി സെൽഷ്യസ്, ആവറേജ് ഓഫ് 94 ഡിഗ്രി സെൽഷ്യസ് കൊടുക്കുമ്പോൾ ഡബിൾ സ്റ്റാൻഡേർഡ് DNAൻ്റെ രണ്ട് സ്ട്രാൻഡുകളെ ബൈൻഡ് ചെയ്ത് നിൽക്കുന്ന ഹൈഡ്രജൻ ബോണ്ടുകൾ പൊട്ടിയിട്ട്, വീക്ക് ബോണ്ടുകളായ ഹൈഡ്രജൻ ബോണ്ട് പൊട്ടിയിട്ട് രണ്ട് സ്ട്രാൻഡുകൾ ഇതായി ഇങ്ങനെ സെപ്പറേറ്റ് ആവുന്ന പ്രോസസ്സിൻ്റെ പേരാണ് ഡീനാച്ചുറേഷൻ. രണ്ടാമത്തെ സ്റ്റെപ്പിൻ്റെ പേര് മക്കളെ അന്നീലിംഗ് എന്നാണ്. അന്നീലിംഗ് എന്ന് പറയുമ്പോൾ പ്രൈമറിനെയാണ് അന്നീൽ ചെയ്യാൻ പോണത്. പ്രൈമറുകളെ അറ്റാച്ച് ചെയ്യാൻ പോവാണ് ടു ദ 3' ends ഓഫ് DNA. DNAൻ്റെ 3' അറ്റങ്ങളിലേക്ക് ഇതാ 3' അറ്റത്തോട് ചേർന്ന് പ്രൈമറുകൾ വന്ന് അറ്റാച്ച് ചെയ്യുന്ന ഇനീസിയേഷൻ ഓഫ് റെപ്ലിക്കേഷൻ്റെ പേരാണ് പ്രൈമർ അന്നീലിംഗ്. ഓക്കെ, അറ്റാച്ച്മെന്റ് ഓഫ് പ്രൈമേഴ്സ് ടു ദ 3' ends ഓഫ് ടെംപ്ലേറ്റ്. ടെംപ്ലേറ്റിൻ്റെ 3' എൻഡിലേക്ക്. മൂന്നാമത്തെ സ്റ്റെപ്പിൻ്റെ പേരാണ് എക്സ്റ്റൻഷൻ ഓഫ് പ്രൈമേഴ്സ്. പ്രൈമർ എക്സ്റ്റൻഷൻ ആണ്. എക്സ്റ്റൻഷൻ ഓഫ് പ്രൈമേഴ്സ്, പ്രൈമറുകളെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവാണ്. ആ സ്റ്റെപ്പിലാണ് മക്കളെ പ്രൈമറുകളെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് DNA പോളിമറൈസ് എൻസൈമായ ടാക് പോളിമറൈസും കൂടാതെ ഡിയോക്സി ന്യൂക്ലിയോടൈഡ്സും റിക്വയർഡ് ആവുക. നമ്മൾ പ്രൊവൈഡ് ചെയ്ത ഡിയോക്സി ന്യൂക്ലിയോടൈഡുകളെ കൊണ്ട് ടാക് പോളിമറൈസ് എന്ന തെർമോസ്റ്റേബിൾ പോളിമറൈസ് ടെംപ്ലേറ്റിന് കോംപ്ലിമെന്ററി സ്ട്രാൻഡിനെ പ്രൊഡ്യൂസ് ചെയ്യും ബൈ ആഡിങ് ദ ന്യൂക്ലിയോടൈഡ്സ് ടു ദ പ്രൈമേഴ്സ്. അങ്ങനെയാണ് പുതിയ സ്ട്രാൻഡ് ഫോം ചെയ്ത് ഡബിൾ സ്റ്റാൻഡേർഡ് DNA മെയിൻറ്റെയിൻ ചെയ്യുക. 30 സൈക്കിൾസ് കൊണ്ട് approximately 1 billion copies of DNA can be made. So write the steps of this process. 3 steps are there, like denaturation, annealing and extension of primers. Thereafter നമ്മളോട് പ്രൈമേഴ്സിനെ ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് എ പ്രൈമർ എന്ന്. പ്രൈമർ ആരാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും നിങ്ങൾ? പ്രൈമേഴ്സ് ആർ സ്മോൾ, ചെറിയ സൈസ് ആണുള്ളത്. കെമിക്കലി സിന്തസൈസ്ഡ്, ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയതാണ്. കെമിക്കലി സിന്തസൈസ്ഡ് ആണ്. കെമിക്കലി സിന്തസൈസ്ഡ് ഒലിഗോന്യൂക്ലിയോടൈഡ്സ്, കുറച്ച് ന്യൂക്ലിയോടൈഡുകളെ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഒലിഗോന്യൂക്ലിയോടൈഡ്സ് ഓഫ് സിംഗിൾ സ്ട്രാൻഡേർഡ് DNA ഓർ RNA. സിംഗിൾ സ്ട്രാൻഡേർഡ് RNA ആണ് കോമൺ, അതുകൊണ്ട് നമുക്ക് സിംഗിൾ സ്ട്രാൻഡേർഡ് RNA എന്ന് തന്നെ എഴുതാം. സിംഗിൾ സ്ട്രാൻഡേർഡ് RNA. ഓക്കെ, കോംപ്ലിമെന്ററി ടു ദ, ഏത് ഭാഗത്താ കോംപ്ലിമെന്ററി ആവുക? കോംപ്ലിമെന്ററി ടു ദ 3' ends ഓഫ് DNA. DNAകളുടെ 3' എൻഡുകൾക്ക് കോംപ്ലിമെന്ററി ആയ, നോക്കൂ ഇവിടെ DNAൻ്റെ 3' എൻഡുകൾ ഇതാണ്. ടെംപ്ലേറ്റ് DNAകളുടെ 3' എൻഡുകളാണ്. അവർക്ക് കോംപ്ലിമെന്ററി ആയതായിട്ടാണ് പ്രൈമേഴ്സ് യൂസ് ചെയ്യുക. സോ പ്രൈമേഴ്സ് ആർ സ്മോൾ, കെമിക്കലി സിന്തസൈസ്ഡ് oligonucleotides of single stranded RNA
കോംപ്ലിമെൻ്ററി ടു ദ 3' ends of DNA. അതാണ് പ്രൈമേഴ്സ്. ഇത്രയും എഴുതിയ 3 മാർക്കിനുള്ളത് കംപ്ലീറ്റ് ആവും. Yes, multiple copies of gene of interest can be synthesized through PCR, polymerase chain reaction. Expand PCR, polymerase chain reaction. പറഞ്ഞല്ലോ, പോളിമറൈസ് കൊണ്ട് ഉദ്ദേശിച്ചത് DNA പോളിമറൈസിനെയാണ്. ചെയിൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അൺഎൻഡിങ് റിയാക്ഷൻ ആണ്. അൺഎൻഡിങ് റിയാക്ഷൻ, അൺഎൻഡിങ് റിയാക്ഷൻ, തുടർച്ചയായി നടക്കുന്ന റിയാക്ഷൻ. 2n എന്ന മാനറിലാണ് ഇവിടെ നടക്കുക. റൈറ്റ്. And write its steps. Polymerase chain reaction steps ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഒന്ന്, DNA denaturation. DNA denaturation, അത് ഹീറ്റ് കൊണ്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് DNA denaturation. ഒരു ഡബിൾ സ്ട്രാൻഡഡ് DNAൻ്റെ 2 സ്ട്രാൻഡുകൾ തമ്മിൽ സെപ്പറേറ്റ് ആവുന്നതാണ്. രണ്ടാമത്തത് പ്രൈമർ അന്നീലിംഗ് ആണ്. പ്രൈമർ അന്നീലിംഗ്, attachment of primers to the 3' ends of DNA. Primers are small, chemically synthesized oligonucleotides of single-stranded RNA complementary to the 3' ends. The പേര് extension of primers. Extension of primers. പ്രൈമറുകളുടെ extension of primers. Fine. Okay. Choose the correct answer. The first restriction endonuclease isolated is. ഇവിടെ തന്ന BAMH1, EcoR1, HIND2, CLAV1 എല്ലാം റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ് തന്നെയാണ്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ് RENകളാണ്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ് ആണ്. അതിൽ ഫസ്റ്റ് ഐസൊലേറ്റ് ചെയ്തതിൻ്റെ പേര് HIND2 എന്നാണ്. The first REN isolated was HIND2. HIND2 എന്ന എൻസൈമാണ്. ഓക്കെ. Yes. Name the enzymes known as molecular scissors. Restriction enzymes-നെയാണ് molecular scissors എന്ന് വിളിക്കുക. Restriction enzymes. Restriction enzymes used to cut the DNA at specific locations. ടെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ട്, cutting of DNA at specific locations became possible with the discovery of so-called molecular scissors called restriction enzymes. അത് ബേസിക്കലി 2 തരമുണ്ട്. അവർക്ക് 2 തരം ബേസിക് എക്സാമ്പിൾസ് ഉണ്ട്, ടൈപ്സ് ഉണ്ട്. ഒന്ന് എക്സോന്യൂക്ലിയേസസ് ആണ്, 2 എൻഡോന്യൂക്ലിയേസസ് ആണ്. എക്സോന്യൂക്ലിയേസസും ഉണ്ട്, എൻഡോന്യൂക്ലിയേസസും ഉണ്ട്. റൈറ്റ്. ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് സച്ച് എൻസൈം. അതിൻ്റെ ഒരു സ്പെഷ്യൽ കാറ്റഗറി ആണല്ലോ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ്. അതിന് എക്സാമ്പിൾ അന്വേഷിച്ചാൽ ഫസ്റ്റ് ഐസൊലേറ്റ് ചെയ്ത HIND2 ഉണ്ട്, മോസ്റ്റ് സ്റ്റഡീഡ് ആയ EcoR1 ഉണ്ട്, BAMH1, SAL1 and so on ഉണ്ട്. Okay. Yes. Observe the figure given below. ഒരു സൈഡിൽ വെൽസ് എന്നൊക്കെ മെൻഷൻ ചെയ്തൊരു പോർഷൻ ഉണ്ട്. സ്മോളസ്റ്റ് ബാൻഡിനെയും ലാർജസ്റ്റ് ബാൻഡിനെയൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നെയിം ദ ടെക്നിക് ഇല്ലുസ്ട്രേറ്റഡ് ഇൻ ദ ഫിഗർ. ഇതാണ് ജെൽ ഇലക്ട്രോഫോറസിസ്. ജെൽ ഇലക്ട്രോഫോറസിസ്. Gel electrophoresis. Right. Explain the process of separation of DNA fragments through this process. Yeah. Since the DNA molecules are negatively charged, DNAകൾക്ക് ഫോസ്ഫേറ്റ് കൊടുക്കുന്ന നെഗറ്റീവ് ചാർജ് ഉണ്ടല്ലോ, ആനയോൺസ് ആണല്ലോ DNA. Since the DNA molecules are negatively charged, they can be separated out by keeping them in an electric field. ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്താൽ മതി. ആ ഇലക്ട്രിക് ഫീൽഡിൽ ഈ വെല്ലിൻ്റെ ഭാഗം ബാറ്ററീൻ്റെ ലൈക്ക് ഏത് പോളുമായി കണക്ട് ചെയ്യണം, നെഗറ്റീവ് പോളുമായി കണക്ട് ചെയ്ത് കാഥോഡാക്കി മെയിൻറ്റെയിൻ ചെയ്യണം. ഈ പറയുന്ന ഈ പോർഷൻ, മാർജിൻ പോർഷൻ പോസിറ്റീവ് ഇലക്ട്രോഡാക്കി ആനോഡാക്കി മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം DNA ബാൻഡുകൾക്ക് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്, അവർ ആനോഡിന് നേരെയാണ് മൂവ് ചെയ്യുക. So the DNA, the negatively charged DNA molecules can be separated by forcing them to move towards an anode, a positive electrode under an electric field through a medium or matrix. ഇവിടെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഭാഗത്തുള്ളത് മീഡിയം ആണ് അല്ലെങ്കിൽ മാട്രിക്സ് ആണ്. The most commonly used medium or matrix is agarose gel. അഗാറോസ് ജെൽ എന്ന മീഡിയമാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുക. വിത്ത് എ സീവിങ് ഇഫക്റ്റ്. അതിനൊരു സീവിങ് ഇഫക്റ്റ് ഉണ്ടായിരിക്കും. ദ അഗാറോസ് ജെൽ അതൊരു നാച്ചുറൽ പോളിമറാണ്, സിന്തറ്റിക് അല്ല. അഗാറോസ് ജെൽ ഈസ് എ നാച്ചുറൽ പോളിമർ എക്സ്ട്രാക്റ്റഡ് ഫ്രം സീവീഡ്സ്.
കടൽപ്പുല്ലുകളിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത ഒരു മാട്രിക്സ് ആണ്, മീഡിയമാണ്, നാച്ചുറൽ പോളിമറാണ് അഗറോസ് ജെൽ. അതിനൊരു സീവിങ് ഇഫക്റ്റ് ഉള്ളതുകൊണ്ട് ദ സ്മോളർ ദ DNA molecules farther they move and reach close to the margin anode. അതുകൊണ്ട് ആ സ്മോളസ്റ്റ് DNA ഇവിടെ എത്തുക. ഓക്കെ, ലാർജസ്റ്റ് DNA ക്ലോസ് ടു ദ വെൽസ് ആയിരിക്കും. The separated DNA can be visualized only after staining with ethidium bromide. ഇതിനു വേണ്ടി ethidium bromide എന്ന സ്റ്റെയിൻ യൂസ് ചെയ്യണം. സ്റ്റെയിൻ യൂസ് ചെയ്താൽ മാത്രം പോരാ, UV റേഡിയേഷനിൽ വേണം ഇതിനെ വിഷ്വലൈസ് ചെയ്യാൻ. UV റേഡിയേഷനും വേണം. അന്നേരം DNA ബ്രൈറ്റ് ഓറഞ്ച് ബാൻഡുകളായിട്ടാണ് കാണുക. ബ്രൈറ്റ് ഓറഞ്ച് കളേർഡ് ബാൻഡുകളായിട്ടാണ് കാണുക. കഴിഞ്ഞ നീറ്റിന്റെ ക്വസ്റ്റ്യൻ കൂടിയായിരുന്നു ഇതല്ലേ. ബ്രൈറ്റ് ഓറഞ്ച് കളേർഡ് ബാൻഡുകളായിട്ടാണ് കാണുക. ഓക്കെ, സെപ്പറേറ്റ് ചെയ്ത DNA ഫ്രാഗ്മെന്റുകളെ ജെല്ലിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതിനെ എല്യൂഷൻ എന്നാണ് വിളിക്കുക. ഓക്കെ, so name the technique illustrated in the figure. Gel electrophoresis. Explain the process of separation of DNA fragments through this method. Yes, the negatively charged DNA can be separated by forcing them to move towards an anode under an electric field through a medium or matrix. The medium or matrix commonly used is agarose gel, a natural polymer extracted from seaweeds with a sieving effect. But the smaller the DNA fragments, they move the farther. Thereby, the separation of DNA is based on their size. Size in the basis il namukku DNA ne separate ചെയ്ത് കിട്ടും. Okay. Identify the missing feature of a cloning vector. Recognition sites for restriction enzyme കൊടുത്തിട്ടുണ്ട്. അത് ക്ലോണിംഗ് സൈറ്റിന്റെ ഡെഫിനിഷൻ ആണ് അല്ലേ. ക്ലോണിംഗ് സൈറ്റ് എന്നാണ് ഇത് ഉദ്ദേശിച്ചത്. പിന്നെ സെലക്ടബിൾ മാർക്കർ കൊടുത്തിട്ടുണ്ട്. കോമൺലി ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീനുകളൊക്കെ. ഒരെണ്ണം മാത്രം ഫില്ല് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതാരാ? അത് ഒറീസൈറ്റ് ആണ്. ഒരു വെക്ടറിന് 3 ഫീച്ചേഴ്സാണ് വേണ്ടത്. ഒറീസൈറ്റ്, സെലക്ടബിൾ മാർക്കേഴ്സ് ആൻഡ് ക്ലോണിംഗ് സൈറ്റ്സ്. യെസ്, മാസ് ഫോളോവിങ് ആണ്. ജെൽ ഇലക്ട്രോഫോറസിസ്, യെസ്, അതിൽ ഉപയോഗിക്കുന്ന സ്റ്റെയിനിന്റെ പേരാണ് എഥീഡിയം ബ്രോമൈഡ്. ഓക്കെ, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ, അതൊരു ഡയഗ്നോസിസ് ടൂളും കൂടിയാണ്. മോളിക്കുലാർ ഡയഗ്നോസിസിൽ, ഡിസീസ് ഡയഗ്നോസിസിൽ യൂസ് ചെയ്യും. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്, അതിനൊരു എക്സാമ്പിൾ ആണ് EcoR1, മോസ്റ്റ് സ്റ്റഡീഡ് ആയിട്ടുള്ള EcoR1. PBR 322, ഒബ്വിയസ്ലി അതൊരു ക്ലോണിംഗ് വെക്ടർ ആണ്. സോ ഇങ്ങനെയാണ് മാച്ച് വരിക. ഫൈൻ. യെസ്. ഡിസ്റ്റിങ്വിഷ് ദ ആക്ടിവിറ്റി ഓഫ് എൻഡോന്യൂക്ലിയേസ് ഫ്രം എക്സോന്യൂക്ലിയേസ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, restriction enzymes belong to a class of enzyme, a larger class of enzymes called the nucleases. Nucleases ആരൊക്കെ? restriction enzymes. restriction enzymes belong ചെയ്യുന്ന restriction enzyme belong ചെയ്യുന്ന ഒരു larger class of enzymes ന്റെ പേരാണെന്ത്? nucleases. restriction enzymes തന്നെ 2 തരമുണ്ട്. ഒന്ന് exonucleases ആണ്, വേറൊന്ന് എൻഡോന്യൂക്ലിയേസുമാണ്. എക്സോന്യൂക്ലിയേസും എൻഡോന്യൂക്ലിയേസും. അതിൽ എക്സോന്യൂക്ലിയേസിന്റെ ഫംഗ്ഷൻ എന്താ? അത് DNA അറ്റത്ത് നിന്ന് ന്യൂക്ലിയോടൈഡുകളെ റിമൂവ് ചെയ്യാനാണ് സഹായിക്കുക. റൈറ്റ്, എക്സോന്യൂക്ലിയേസ് റിമൂവ്സ് ന്യൂക്ലിയോടൈഡ്സ് ഫ്രം ദ എൻഡ്സ് ഓഫ് DNA, ടിപ്സ് ഓഫ് DNA. whereas എൻഡോന്യൂക്ലിയേസ് എന്താ ചെയ്യുക? DNA വിത്തിൻ ദ DNA ആണ് കട്ട് ചെയ്യുക. Okay, exonuclease removes nucleotides from the ends of DNA, whereas endonuclease make cuts within the DNA. എന്നതാണ് ഡെഫിനിഷൻ. Okay, yes. തേർഡ് ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യാണ്. ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് എന്ന ചാപ്റ്ററിലാണ്. എക്സ്പ്ലെയിൻ ടോട്ടിപൊട്ടൻസി. യെസ്, ഇത് ടിഷ്യൂ കൾച്ചറുമായി അസോസിയേറ്റ് ചെയ്ത് വരുന്ന ടോപ്പിക്കാണ്. ടിഷ്യൂ കൾച്ചർ പഴയ സിലബസിൽ സ്ട്രാറ്റജീസ് ഫോർ ദ എൻഹാൻസ്മെന്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ ചാപ്റ്ററിലായിരുന്നു. ഇപ്പം അത് ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസിൽ അഗ്രികൾച്ചർ ആപ്ലിക്കേഷൻസ് ഇൻ അഗ്രികൾച്ചർ, ബയോടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻസ് ഇൻ അഗ്രികൾച്ചറിലാണ് വരിക. ടോട്ടിപൊട്ടൻസി എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ടിഷ്യൂ കൾച്ചർ ആണല്ലേ. പ്രിൻസിപ്പിൾ ഓഫ് ടിഷ്യൂ കൾച്ചർ ആണ്. ടിഷ്യൂ കൾച്ചറിന്റെ പ്രിൻസിപ്പിളിന്റെ പേരാണ് ടോട്ടിപൊട്ടൻസി. എന്താണ് ടോട്ടിപൊട്ടൻസിന്റെ ഡെഫിനിഷൻ? ദ എബിലിറ്റി. എന്തിനുള്ള എബിലിറ്റിയാണ്? ദ എബിലിറ്റി to produce a whole plant, to make a whole plant, the ability to produce a whole plant, മുഴുവൻ ചെടീനെ ഉണ്ടാക്കാനുള്ള എബിലിറ്റി, from any cell or explant, ഏതെങ്കിലും സെല്ലിൽ നിന്ന് അല്ലെങ്കിൽ എക്സ്പ്ലാന്റിൽ നിന്ന്
മുഴുവൻ ചെടിയായി വളരാനുള്ള എബിലിറ്റിന്റെ പേരാണെന്ത്? ടോട്ടിപ്പൊട്ടൻസി. Totipotency is the capacity or the ability or the capacity to generate a whole plant from any living plant cell or explant. ഇനി എക്സ്പ്ലാന്റിന്റെ ഡെഫിനിഷൻ ചോദിക്കുന്നുണ്ടല്ലേ? ആരാണ് എക്സ്പ്ലാന്റ്? Any part of a plant. Any part of a plant that is taken out and grown in a test tube under sterile conditions. Biotechnology, bioprocess engineering, sterile condition വേണല്ലോ. Under sterile conditions in a special nutrient medium. ഒരു ടെസ്റ്റ് ട്യൂബിൽ ഹോൾഡ് ചെയ്ത സ്പെഷ്യൽ ന്യൂട്രിയൻ മീഡിയമിൽ സ്റ്റെറൈൽ കണ്ടീഷൻസിൽ വളർത്താൻ വേണ്ടി എടുക്കുന്ന പ്ലാന്റിന്റെ ഭാഗത്തെ വിളിക്കുന്ന പേരാണെന്ത്? എക്സ്പ്ലാന്റ്. Explant is any part of a plant that is taken out and grown in a test tube under sterile conditions in a special nutrient medium. Tissue culture-മായി associate ചെയ്ത രണ്ട് terms ആണ്. What are the ingredients of culture medium used in tissue culture? Yeah, the culture medium must provide a carbon source such as sucrose. Yes, carbon source such as sucrose nutrient mediumil വേണം. പിന്നെ ഒബ്വിയസ്ലി ഇനോർഗാനിക് സോൾട്ടുകൾ വേണം. ഇനോർഗാനിക് സോൾട്ടുകളെ കൊണ്ട് ഉദ്ദേശിച്ചത് മിനറൽ ന്യൂട്രിയൻസിനെയാണ്. പിന്നെ വേണ്ടത് വൈറ്റമിൻസ് ആണ്. വിറ്റാമിൻസ് വേണം. വിറ്റാമിൻസ് ആൻഡ് അമിനോ ആസിഡ്സ് വേണം. പിന്നെ വേണ്ടത് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആണ്. ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഇൻ ദ സെൻസ് ആരാണ്? പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആണ് ഉദ്ദേശിച്ചത്. ലൈക്ക് ഓക്സിൻസ് ടു ഇൻഡ്യൂസ് റൂട്ട്സ് ആൻഡ് സൈറ്റോകൈനിൻസ് ടു ഇൻഡ്യൂസ് ഷൂട്ട്സ് എന്നൊക്കെയാണ് ഉദ്ദേശിച്ചത്. These are the ingredients of culture medium used in tissue culture. Genetically modified plants have been useful in many ways. Alright, any three uses of genetic modification in plants. ഒന്ന് abiotic stress resistance ആണ്. Abiotic stress resistance. Okay, that means the genetic modification has made the crops more tolerant to the abiotic stresses like cold, heat, drought, salt, etc. രണ്ടാമത്തത് പെസ്റ്റ് റെസിസ്റ്റൻസ് ആണ് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത്. പെസ്റ്റ് റെസിസ്റ്റൻസ്, ദാറ്റ് മീൻസ് റെഡ്യൂസ്ഡ് റിലയൻസ് ഓൺ കെമിക്കൽ പെസ്റ്റിസൈഡ്സ്. കെമിക്കൽ പെസ്റ്റിസൈഡുകളോട് ആശ്രയത്വം കുറയണം, കാരണം അവർ പെസ്റ്റ് റെസിസ്റ്റൻറ്റ് പ്ലാന്റ്സ് ആവണം. മൂന്നാമതൊന്ന് പറയുവാണെങ്കിൽ റെഡ്യൂസ്ഡ് പോസ്റ്റ് ഹാർവെസ്റ്റ് ലോസസ് ആണ്. റെഡ്യൂസ്ഡ് പോസ്റ്റ് ഹാർവെസ്റ്റ് ലോസസ്. പോസ്റ്റ് ഹാർവെസ്റ്റ് ലോസസിനെ റെഡ്യൂസ് ചെയ്യണം. ഓക്കെ, അഥവാ പെട്ടെന്ന് ചീഞ്ഞു പോകരുത്. ലോങ് ഷെൽഫ് ലൈഫ് വേണം. ഫ്ലേവേഴ്സ് സേബർ ടൊമാറ്റോ പോലെ. മൂന്നെണ്ണേ ചോദിച്ചുള്ളൂ, നമ്മൾ എക്സ്ട്രാ പറയുന്നെന്ന് മാത്രം. ഓക്കെ, പിന്നെ വേണ്ടത് ഇൻക്രീസ്ഡ് എഫിഷ്യൻസി ഓഫ് മിനറൽ യൂസേജ് ആണ്. ഇൻക്രീസ്ഡ് എഫിഷ്യൻസി ഓഫ് മിനറൽ യൂസേജ്. ഇൻക്രീസ്ഡ് എഫിഷ്യൻസി ഓഫ് മിനറൽ യൂസേജ്. ജനറ്റിക് മോഡിഫിക്കേഷൻ കൊണ്ട് ചെടികൾക്ക് ഇൻക്രീസ്ഡ് എഫിഷ്യൻസി ഓഫ് മിനറൽ യൂസേജ് ബൈ പ്ലാന്റ്സ് വേണം. That can prevent early exhaustion of soil fertility. Finally, enhanced nutritional value. Enhanced nutritional value. Enhanced nutritional value of food. ഭക്ഷണത്തിൻ്റെ ന്യൂട്രിയൻ കണ്ടന്റ് ഇൻക്രീസ് ചെയ്യണം. എക്സാമ്പിൾ ആണ് ഗോൾഡൻ റൈസ്. ഗോൾഡൻ റൈസ്. ഗോൾഡൻ റൈസ് വിത്ത് വിറ്റമിൻ എ. വിറ്റമിൻ എ ഇൻകോർപ്പറേറ്റ് ചെയ്ത റൈസ് ആണ് ഗോൾഡൻ റൈസ്. യൂസ് ഇറ്റ് ടു ഇറാഡിക്കേറ്റ് ദ നൈറ്റ് ബ്ലൈൻഡ്നെസ്. നൈറ്റ് ബ്ലൈൻഡ്നെസ്സിനെ ഓവർകം ചെയ്യാൻ സഹായിക്കും. യെസ്, BT cotton is a genetically modified plant. What does BT stands for? അതൊരു സോയിൽ ബാക്ടീരിയമാണ്. പേര് Bacillus thuringiensis. Bacillus, road shape. Bacillus thuringiensis. Bacillus thuringiensis ആണ് BT. What is the specific feature of BT cotton plant?
Bt cotton plant is resistant to cotton bollworms. Resistant to bollworms. Resistant to bollworms. Bt cotton plant is resistant to bollworms. But the എന്തുകൊണ്ടാണ് അതിന് reason? Because some strains of this Bacillus thuringiensis has a toxin production capacity that can produce a toxin which can kill certain insects. അപ്പോൾ ഇൻസെക്ടിസൈഡൽ പ്രോട്ടീൻ ആണ്. പെസ്റ്റിസൈഡൽ പ്രോട്ടീൻ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ബയോ പെസ്റ്റിസൈഡ് എന്നപ്പോൾ പറയാം അല്ലേ? ബയോ പെസ്റ്റിസൈഡൽ പ്രോട്ടീൻസ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ഓക്കെ, പക്ഷെ എന്തുകൊണ്ടാണ് ആ പ്രോട്ടീൻ ബീറ്റി ബാക്ടീരിയമിനെ കൊല്ലാത്തത്? ബിക്കോസ് ദ ടോക്സിൻ എക്സിസ്റ്റ് ആസ് ഇനാക്റ്റീവ് പ്രോ പ്രോട്ടീൻ ക്രിസ്റ്റൽസ്. അതെപ്പോഴാണ് ആക്റ്റീവ് ആവുക? That becomes activated toxic proteins only when solubilized in the alkaline pH of insect's gut. എന്നിട്ട് ഇൻസെക്റ്റിനെ എങ്ങനെയാ കൊല്ലുക? The activated toxins can infect the surface of midgut epithelial tissues that creates pores, cell swelling, lysis. അങ്ങനെയാണ് അത് ഇൻസെക്റ്റുകളെ കൊല്ലുക. ബീറ്റി ടോക്സിൻ അതിൻ്റെ സോഴ്സായ ബീറ്റി ബാക്ടീരിയമിനെ കൊല്ലാത്തത് ബീറ്റി ബാക്ടീരിയമിൽ ടോക്സിൻ ഇനാക്റ്റീവായ പ്രോ പ്രോട്ടീൻ ക്രിസ്റ്റൽ രൂപത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇൻസെക്റ്റിന്റെ ഗട്ടിന്റെ ആൽക്കലൈൻ പി എച്ചിൽ ആ ക്രിസ്റ്റൽസ് എത്തിയാൽ, ക്രിസ്റ്റലുള്ള പ്ലാന്റ് ടിഷ്യൂസോ എത്തിയാൽ, ക്രിസ്റ്റൽസ് സൊല്യൂബിലൈസ് ചെയ്ത് ആക്ടിവേറ്റഡ് ടോക്സിൻസ് ആവും. ആക്ടിവേറ്റഡ് ടോക്സിൻസ് ഇൻസെക്ട്സിന്റെ മിഡ് ഗട്ട് എപ്പിത്തീലിയൽ സർഫസുകളെ ഇൻഫെക്ട് ചെയ്യും. അവിടെ പോറുകൾ ഉണ്ടാക്കും. എപ്പിത്തീലിയൽ സെൽ സ്വെല്ലിംഗ് വരും. സെൽ ടർജിഡായി ലൈസിസ് വരും. അങ്ങനെയാണ് അവര് ലൈക്ക് സ്റ്റാർവിംഗ് വന്നിട്ട് ഇൻസെക്ട്സ് ഡെഡ് ആവുക. ഫൈൻ. നോട്ടീസ് ദ ജീൻസ് ഗിവൺ ബിലോ. cry1ac, cry1ab, cry2ab, etc. Choose the gene that controls corn borer. Corn borer from the above. Corn borerനെ കൊല്ലുന്നത് cry1ab ആണ്. cry1ab corn borerനെ കൊല്ലാനും cry2abയും cry1ac കോട്ടൺ ബോൾവർംസിനെ കൊല്ലാനുമാണ് സഹായിക്കുക. Name the bacterium from which cry genes were isolated. അത് Bacillus thuringiensis. BT for short. Bacillus thuringiensis. Bacillus thuringiensis. Okay, BT for short. Bacillus thuringiensis ആണ്. Okay, ഇക്കോസിസ്റ്റം ക്വസ്റ്റ്യൻസും ഞാൻ കുറച്ചതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഷഹീൽ. ഓക്കെ, Name the bacterium from which cry genes were isolated. Again, അത് BT ആണ്. BT എന്ന ഷോർട്ട് ഫോം ആണ്. BT എന്ന് എഴുതുമ്പം ക്യാപിറ്റൽ B സ്മോൾ t വേണം എഴുതാൻ. Bacillus thuringiensis ആണ്. Bacillus thuringiensis. Okay. Name any two kinds of cry genes. Mention ചെയ്തല്ലോ. cry1ab. cry1ab which can control. cry1ab controls corn borers. The same time, cry2ab and cry1ac, cry2ab and cry1ac can control cotton bollworms. That means there are specific cry genes to kill specific insects. Yes, infestation of Meloidigine incognitia, അതൊരു നിമറ്റോഡാണ്. ഒരു നിമാറ്റോഡിൻ്റെ പേരാണ് മെലോയിഡിഗൈൻ ഇൻകോഗ്നീഷ്യ. അത് യൂഷ്വലി ടുബാക്കോ റൂട്ട്സ് ഓഫ് ടുബാക്കോനെയാണ് ഇൻഫെക്ട് ചെയ്യുക. റൂട്ട്സ് ഓഫ് ടുബാക്കോ, പുകയിലച്ചെടിയായ ടുബാക്കോനെ ഇൻഫെക്ട് ചെയ്യും. ഓക്കെ, infestation of Meloidigine incognitia in the roots of tobacco plant can be prevented through a novel strategy. ഒരു പുതിയ തന്ത്രമുണ്ട്. Name the strategy. അതാണ് RNAi. ഫുൾ ഫോം എന്താ? RNA interference. ഇടപെടൽ നടത്തുക, ഇന്റർഫെയർ ചെയ്യുക. എന്തിലാണ് ഇന്റർഫെയർ ചെയ്യാൻ പോണത്? RNAന്റെ ട്രാൻസ്ലേഷനിൽ. പാത്തോജനിൻ്റെ, രോഗാണുവിൻ്റെ RNAന്റെ ട്രാൻസ്ലേഷനെ ഇന്റർഫെയർ ചെയ്യാൻ വേണ്ടി the specific mRNA of pathogen is binded with the translation or the protein synthesis of a specific mRNA of pathogen can be prevented by a complementary double-stranded RNA produced by the host cell. Host produce ചെയ്യുന്ന ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് RNA പാത്തോജനിൻ്റെ mRNAയിലേക്ക് ബൈൻഡ് ചെയ്യുന്നത് ഇനീഷ്യേറ്റ് ചെയ്യുക.
അതുവഴി പാത്തോജന്റെ RNA ട്രാൻസ്ലേഷനെ പ്രിവെന്റ് ചെയ്യുക അഥവാ പാത്തോജന്റെ പ്രോട്ടീൻ ഉണ്ടാവുന്നതിനെ പ്രിവെന്റ് ചെയ്യുക. The process is RNA interference, a novel strategy of making pest-resistant plants, and RNAi occurs in all the eukaryotic cells as a part of cellular defense. Done at first artificially in tobacco against this nematode called the meloidica incognitia. Gene therapy is a corrective therapy for hereditary diseases. How is adenosine deaminase deficiency cured by using gene therapy? Yeah, first gene therapy, the first clinical gene therapy, നടന്നത് എന്താണെന്നറിയാലോ? The first clinical gene therapy was done in 1990 to a 4-year-old girl. എന്തായിരുന്നു രോഗം? ADA deficiency. അഡിനോസിൻ ഡീഅമിനേസ് ഡെഫിഷ്യൻസി ആയിരുന്നു പ്രശ്നം. ഓക്കെ, അത് അത്തരം പേഷ്യൻസിൽ ADA ഡെഫിഷ്യൻസി പേഷ്യൻസിൽ യൂഷ്വലി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന 2 ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് ആണ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ആൻഡ് എൻസൈം റീപ്ലേസ്മെൻറ്റ് തെറാപ്പി. ബട്ട് ബോത്ത് ആർ നോട്ട് കംപ്ലീറ്റ്ലി ക്യൂറേറ്റീവ്. അതുകൊണ്ട് ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവാർഡ്സ് ക്ലിനിക്കൽ ജീൻ തെറാപ്പി ചെയ്തത് എന്താ? ലിംഫോസൈറ്റ്സിനെ ഐസൊലേറ്റ് ചെയ്തു. Lymphocytes were isolated. Lymphocytes were isolated from blood of patient. പേഷ്യൻറ്റിൻ്റെ ബ്ലഡിൽ നിന്ന് ലിംഫോസൈറ്റ്സിനെ ഐസൊലേറ്റ് ചെയ്തു and grown in a culture outside the body. ശരീരത്തിന് പുറത്ത് ലാബിൽ ആ ലിംഫോസൈറ്റ്സിനെ WBCകളെ വൈറ്റ് ബ്ലഡ് കോർപ്പസ് സെൽസിനെ ഗ്രോ ചെയ്തു, കൾച്ചർ ചെയ്തു. എന്നിട്ടോ ദ ഫങ്ഷണൽ ADA ജീൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഫങ്ഷണൽ ADA ജീൻസ്, that means cDNA for ADA. Functional ADA genes were introduced to such lymphocytes. Introduced to those lymphocytes. ആ ലിംഫോസൈറ്റ്സിലേക്ക് ഫങ്ഷണൽ ADA ജീനുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആരെ കൊണ്ടാ ചെയ്തത്? യൂസിങ് റിട്രോവൈറൽ വെക്ടേഴ്സ്. റിട്രോവൈറസസിനെ കൊണ്ടാ ചെയ്തത്. അനിമൽ വെക്ടേഴ്സ്, ഡിസ്ആംഡ് റിട്രോവൈറസസിനെ കൊണ്ട് ചെയ്തു. എന്നിട്ടോ മോഡിഫൈഡ് ലിംഫോസൈറ്റ്സ്, ADA ജീൻ ഇൻകോർപ്പറേറ്റ് ചെയ്ത മോഡിഫൈഡ് ലിംഫോസൈറ്റ്സിന് എന്ത് ചെയ്തു? The modified lymphocytes were returned to the patient. Returned to the patient in regular intervals. Regular intervalsൽ ചെയ്യണം, അല്ലാതെ ഒരു സിംഗിൾ ഇൻഫെസ്റ്റേഷൻ പോരല്ലോ അല്ലേ? ഒരു 1 ടൈം മാത്രം റിട്ടേൺ ചെയ്താൽ പോരാ, റെഗുലർ ഇന്റർവെൽസ് ചെയ്യണം. ബിക്കോസ് ദ ലിംഫോസൈറ്റ്സ് ആർ മോർട്ടൽ. ലിംഫോസൈറ്റ്സിന് മരണമുണ്ട്, ലിംഫോസൈറ്റ്സ് ലൈഫ് സ്പാൻ ഉണ്ട്. ഇതാണ് ആദ്യമായി ചെയ്ത മെത്തേഡ്. Fill in the blanks. A method of molecular diagnosis. മോളിക്കുലാർ ഡയഗ്നോസിസിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചത് ഒന്ന് PCR ആണ്, വേറൊന്ന് എലൈസ ടെസ്റ്റ് ആണ്, പിന്നെ പ്രോബുകളെ നമ്മൾ പഠിക്കാറുണ്ട്. റൈറ്റ്, RDNA ടെക്നോളജി എന്നൊക്കെ പറയാറുണ്ട്. A method of molecular diagnosis based on antigen antibody interaction പേരെന്താ? എലൈസ. എലൈസൻ്റെ ഫുൾ ഫോം എന്താ? എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻറ്റ് assay. എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻറ്റ് assay. അതാണ് എലൈസ. It is based on a principle of antigen-antibody interaction where the pathogen can be detected either by the presence of antigen like proteins, glycoproteins, etc., or by the antibodies produced against the pathogen. Okay. First clinical gene therapy was given to a 4-year-old girl child. What was her disorder? ADA deficiency. ADA deficiency ആയിരുന്നു പ്രശ്നം. Okay. And what is the cause of this disorder? Deletion of ADA gene. The cause was deletion of ADA gene. Embryonic സ്റ്റേജിൽ ADA gene deleted ആയിരുന്നു പ്രശ്നം. Okay. So ADA is an enzyme. Adenosine deaminase എന്നാണ് full form. Adenosine deaminase.
that is an enzyme crucial for immune response to trigger. Yes. Insulin consists of two short polypeptide chains. Name the chains. A and B. Chain A ഉണ്ട്, chain B ഉണ്ട്. രണ്ട് ചെയിനുകളാണ്. രണ്ട് ഷോർട്ട് പോളിപെപ്റ്റൈഡ് ചെയിൻസ് ആണ്. Write the steps involved in the preparation of genetically engineered insulin. ചെയ്തത് എലായി ലില്ലി എന്ന് പേരുള്ള ഒരു കമ്പനിയാണ്, ഒരു അമേരിക്കൻ കമ്പനിയാണ്. അതും 1983 ഇത് ചെയ്തത്. അവരെന്താ ചെയ്തത്? അവര് പ്രിപ്പയർ ചെയ്തു. അവരെന്തിനെ പ്രിപ്പയർ ചെയ്തു? പ്രിപ്പയർഡ് ജീൻ സീക്വൻസസ്, ആർട്ടിഫിഷ്യൽ DNA സീക്വൻസസ്, ആർട്ടിഫിഷ്യൽ DNA സീക്വൻസസിനെ പ്രിപ്പയർ ചെയ്തു. ആർട്ടിഫിഷ്യൽ DNA സീക്വൻസസ് കറസ്പോണ്ടിങ് ടു, എന്തിന് കറസ്പോണ്ടിങ് ആണ്? കറസ്പോണ്ടിങ് ടു A and B peptides of human insulin. ഹ്യൂമൻ ഇൻസുലിനിലെ എ പെപ്റ്റൈഡിനും ബി പെപ്റ്റൈഡിനും കറസ്പോണ്ടിങ് ആയ ആർട്ടിഫിഷ്യൽ DNA സീക്വൻസുകൾ അവർ പ്രിപ്പയർ ചെയ്തു. ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് ദം എങ്ങോട്ടാ ഇൻട്രൊഡ്യൂസ് ചെയ്തേ? ഇൻട്രൊഡ്യൂസ്ഡ് ദം ടു ദ പ്ലാസ്മിഡ്സ് ഓഫ് E. coli. വേറെ വേറെ E. coli പ്ലാസ്മിഡുകളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ E. coliകളെ സെപ്പറേറ്റ് ആയി കൾച്ചർ ചെയ്തിട്ട് അവർ എന്ത് സിന്തസൈസ് ചെയ്തു? പ്രൊഡ്യൂസ്ഡ് A and B peptides separately. Produced A and B peptides in large scale separately. സെപ്പറേറ്റ് ആയിട്ട് A and B പെപ്റ്റൈഡുകളെ സിന്തസൈസ് ചെയ്തു. എന്നിട്ടോ they were linked together by A and B peptides were linked by artificial disulfide bridges. ആർട്ടിഫിഷ്യൽ ആയ ഡൈസൾഫൈഡ് ബ്രിഡ്ജസ് കൊണ്ട് ലിങ്ക് ചെയ്തു. അതാണ് ആർട്ടിഫിഷ്യൽ ഹ്യൂമൻ ഇൻസുലിൻ, ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഹ്യൂമൻ ഇൻസുലിൻ. The major challenge was getting insulin assembled into the mature form. ഡൈസൾഫൈഡ് ബോണ്ട് കൊണ്ട് ലിങ്ക് ചെയ്ത് മെച്ചർ ഫോമിൽ അസംബിൾ ചെയ്തതായിരുന്നു അവരുടെ മേജർ ചലഞ്ച്. The following figures represent the maturation of pro-insulin into insulin. You know, the mature insulin, the insulin that is consisting of two short polypeptide chains only. Other one ara peptide A ആണ്, A peptide ആണ്. ഇവിടെ 2 എന്ന് മെൻഷൻ ചെയ്തത് പെപ്റ്റൈഡ് B ആണ്. മെച്ചുറേഷൻ ടൈമിൽ റിമൂവ് ചെയ്ത ആളാണ് C. How did Eli Lilly company overcome the problems associated with the insulin production? ആ സ്റ്റെപ്സ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത്. They prepared the American company prepared artificial DNA sequences corresponding to A and B peptides of human insulin and introduced them to plasmids of E. coli separately. By growing such E. coli, they produced A and B peptides in large scale separately, and such A and B peptides were linked together in the laboratory using artificial disulfide linkages. Yes. Write the steps involved in the production of genetically engineered insulin. നമ്മൾ ഓൾറെഡി പറഞ്ഞ സ്റ്റെപ്സ് തന്നെയാണ്, അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. Transgenic animals are produced to obtain biological products. മക്കളെ, transgenic animals ആരാ? The animals that have had their DNA manipulated to possess and express an extra foreign gene in their cells. ലോകത്ത് ട്രാൻജനിക് ആക്കിയ റാറ്റുകളും റാബിറ്റുകളും പിഗുകളും ഷീപ്പുകളും കൗവുകളും ഈവൻ ഫിഷസ് ഉൾപ്പെടെ ഉണ്ടെങ്കിലും over 95% of all the transgenic animals are mice. ഏറ്റവും കൂടുതലുള്ളത് മൈസ് ആണ്. Name the human protein obtained from transgenic animal used to treat emphysema. അത് like alpha 1 antitrypsin ആണ്. Alpha 1 antitrypsin is used to treat emphysema. Name the first transgenic cow. അത് റോസി ആണ്. Write the peculiarity of its milk. Its milk is enriched with a human protein, human alpha
lactalbumin. എത്രയുണ്ട്? 2.4 grams per liter. 1 ലിറ്റർ പാലിൽ 2.4 gram ഹ്യൂമൻ പ്രോട്ടീൻ, ഹ്യൂമൻ ആൽഫ ലാക്ടാൽബുമിൻ എൻറിച്ച് ചെയ്ത മിൽക്കാണ് റോസി മിൽക്ക്. The first transgenic cow is Rosie. Yes. Transgenic animals have many uses to humans. Name the first transgenic cow. Obviously, Rosie, developed in 1997. Name the protein contained in the milk of Rosie. Human alpha lactalbumin. Yes, Hadi. Moving on to the next chapter, organisms and population. The parasitic bird, like a crow, lays its eggs in the nest of a horse, like a cuckoo, and the horse bird incubate it. Name the type of parasitic interaction. പേര് brood parasitism എന്നാണ്. brood parasitism. Okay, ഒരു പ്ലസ് മൈനസ് ഇൻറ്ററാക്ഷൻ ആണ്. പാരസൈറ്റിക് ബേർഡിന് പ്ലസ് ആണ്, അത് ഇൻക്യുബേഷൻ സ്വയം ചെയ്യാതെ അത് ഹോസ്റ്റ് ബേർഡിനെ കൊണ്ട് ചെയ്യിക്കുകയാണ്. ഓക്കെ, സോ ഇതൊരു കൈൻഡ് ഓഫ് പാരസൈറ്റിസം ആണ് ഇൻ ബേർഡ്സ് കോൾഡ് brood parasitism. Example, the crow lays eggs in the nest of cuckoo. Fill the blanks with the indicators given below. നെയിം ഓഫ് ഇൻറ്ററാക്ഷനും എക്സാമ്പിളുമാണുള്ളത്. മ്യൂച്വലിസം തന്നിട്ടുണ്ട്. കോമ്പറ്റീഷൻ, പാരസൈറ്റിസം, മൈക്രോറൈസ, സ്പാരോ ഈറ്റിംഗ് സീഡ്സ്. സോ മൈക്രോറൈസ ഒരു മ്യൂച്വലിസമിന് എക്സാമ്പിൾ ആണ്. ദ അസോസിയേഷൻ ഓഫ് ഫംഗസ് വിത്ത് ദ റൂട്ട്സ് ഓഫ് പ്ലാന്റ്സ് ലൈക്ക് പൈനസ്. ഓക്കെ, അബിങ്ചൻ, ടോട്ടോയിസ് ആൻഡ് ഗോട്ട് തന്നിട്ടുണ്ട്. അത് കോമ്പറ്റീഷൻ ആണ്. കോമ്പറ്റീഷൻ. ഗാലപ്പഗോസ് ഐലൻഡുകളിൽ അമിഗ്ഡൻ ടോർട്ടോയിസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഗ്രാസ് ഫീഡ് ചെയ്യാൻ. അവിടേക്ക് ഗോട്ടുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഫീഡിങ് ഹാബിറ്റ് വെച്ച് അവർ ലൈക്ക് കോമ്പീറ്റ് ചെയ്ത കാര്യമാണ് NCERT പറയുന്നത്. റൈറ്റ്, കോമ്പറ്റീഷൻ ആയിരുന്നു. കസ്ക്യൂട്ട ഓൺ ഹെഡ്ജ് പ്ലാന്റ് പാരസൈറ്റിസം ആണ്. കസ്ക്യൂട്ട ഒരു ടോട്ടൽ സ്റ്റെം പാരസൈറ്റ് ആണ്. പാരസൈറ്റിസം പ്ലസ് മൈനസ് ഇൻറ്ററാക്ഷൻ ആണ്. ആൻഡ് ഫൈനലി പ്രിഡേഷൻ, സ്പാരോ ഈറ്റിംഗ് സീഡ്. സ്പാരോ eating seed. Fine. Yes, observe the chart. Identify the population growth curve mentioned here. ഈ growth curve ന്റെ പേര് sigmoid growth curve എന്നാണ്. sigmoid growth curve അല്ലെങ്കിൽ വേൾഡ്സ് പേൾ ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ് എന്നൊക്കെ വിളിക്കാം. ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ് ഇത് നടക്കുന്നത് അതിൻ്റെ റിസോഴ്സസ് ലിമിറ്റഡ് ആവുമ്പോഴാണ്. What do the following represent? R അത് growth rate ആണ്. Intrinsic growth rate. The growth rate. Intrinsic growth rate. K is the carrying capacity. Yes. Again graph. Observe the figure given below. Identify the population growth curve A and B. Yes, ഇതാണ് A. അത് എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് മോഡലാണ്. എക്സ്പൊണൻഷ്യൽ ഗ്രോത്തിന് ജെ ഷേപ്ഡ് ഗ്രോത്ത് കർവ് ആണ് കിട്ടുക. dN/dt = Rn എന്നതാണ് ഇക്വേഷൻ. ബി ലോജിസ്റ്റിക് ഗ്രോത്ത് ആണ്. ലോജിസ്റ്റിക് ഗ്രോത്ത് കർവിന് ഒരു എസ് ഷേപ്ഡ് ഗ്രോത്ത് കർവ് ആണ് കിട്ടുക. ആ എസ് ഷേപ്പുള്ള ഗ്രോത്ത് കർവ് സിഗ്മോയിഡ് ഗ്രോത്ത് കർവ് എന്നാണ് വിളിക്കുക. ഇതിൽ എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് നടക്കുന്നത് റിസോഴ്സസ് ആയ ഫുഡും സ്പേസും അൺലിമിറ്റഡ് ആകുമ്പോഴാണ്. ലോജിസ്റ്റിക് ഗ്രോത്ത് നടക്കുന്നത് അത് റിസോഴ്സസ് ലിമിറ്റഡ് ആകുമ്പോഴാണ്. ലോജിസ്റ്റിക് ഗ്രോത്ത് കർവിന്റെ ഇക്വേഷൻ dN/dt = Rn × K - N/K, or K is the carrying capacity. Fine. What do the R, intrinsic growth rate, the growth rate, and K, carrying capacity? Observe. Lichen ഒരു മ്യൂച്വലിസമിന് എക്സാമ്പിൾ ആണെങ്കിൽ ഓർക്കിഡ് ഗ്രോവിംഗ് ഓൺ എ മാംഗോ ട്രീ കൊമെൻസാലിസമിന് എക്സാമ്പിൾ ആണ്. കൊമെൻസാലിസം മ്യൂച്വലിസം പ്ലസ് ഇന്ററാക്ഷൻ ആണ്. കൊമെൻസാലിസം +0 ഇന്ററാക്ഷൻ ആണ്. മാംഗോ ട്രീക്ക് ന്യൂട്രൽ ആണ്. നെയ്തർ ബെനിഫിറ്റഡ് നോർ ഹാംഡ് ആണ്. പക്ഷെ ഓർക്കിഡിന് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. Observe the figures A and B given below. അതില് എ ഫിഗറിൽ ഇതാ പാരാമീറ്റർ ആയി തന്നത് ട്രോഫിക് ലെവലുകൾ കൂടാതെ ഡ്രൈ വെയിറ്റ് എന്ന് തന്നിട്ടുണ്ട്. സോ ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് പിരമിഡ്സ് എ ആൻഡ് ബി. എ ആരാ? പിരമിഡ് ഓഫ് ബയോമാസ്.
pyramid of biomass. ബി എന്നുള്ള ഫിഗറിൽ ട്രോഫിക് ലെവൽസ് കൂടാതെ തന്നത് ജൂൾ 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 എന്ന് എഴുതിയപ്പം എനർജിയാണ്. സോ പിരമിഡ് ഓഫ് എനർജി. Pyramid of energy. Fine. Which kind of pyramid is always upright? That is pyramid of energy. Energy pyramid is always upright, never be inverted. Justify your answer due to the 10% law of energy transfer. Energy transfer in അവർ എന്ത് ഫോളോ ചെയ്യുന്നുണ്ട്? 10% law ഫോളോ ചെയ്യുന്നുണ്ട്. 10% law of energy transfer അഥവാ ഒരു ട്രോഫിക് ലെവലിൽ നിന്ന് അടുത്തടുത്ത ട്രോഫിക് ലെവലുകളിലേക്ക് പാസ് ചെയ്യുന്നത് ജസ്റ്റ് 10% ഓഫ് ദ പ്രീവിയസ് ലെവൽ ആയിരിക്കും. 10,000 becomes 1,000, then 100, then 10. അതാണ് 10% law of energy transfer. അതുകൊണ്ട് energy pyramid will be always upright, never be inverted. Number pyramid and biomass pyramids are normally in common ecosystems. They are upright but can be inverted rarely. But the energy pyramid never be inverted. Observe the flow chart given below. What do BEDI in the flow chart represent? Yes, B natality. Natality, per capita birth, the birth rate, അത് population density increase ചെയ്യുമ്പം. D mortality ആണ്. Mortality, the death rate, the per capita death, അത് population density decrease ചെയ്യും. I immigration ആണ്. അതേ സ്പീഷീസിൽപ്പെട്ട ഒരു ജീവി ഫ്രം എൽസ്വെയർ എവിടുന്നോ ഈ കൺസിഡർ ചെയ്ത സ്റ്റഡി ഏരിയയിലേക്ക് പെർമനന്റ് ഇൻകമിങ് ആണ് ഇമ്മിഗ്രേഷൻ. ആയി അതും ഡെൻസിറ്റീനെ ഇൻക്രീസ് ചെയ്യുമ്പം. ഈ എമിഗ്രേഷൻ ആണ്. എമിഗ്രേഷൻ നമ്മൾ കൺസിഡർ ചെയ്ത സ്റ്റഡി ഏരിയയിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന സ്പീഷീസ് പെർമനൻ്റ്ലി ലിവ് ചെയ്യുന്ന, ലെഫ്റ്റ് ചെയ്യുന്നതിൻ്റെ, ഗോയിങ് സംവെയർ എൽസ്, എങ്ങോട്ടോ പോണതിൻ്റെ പേരാണ്. അത് ഡെൻസിറ്റീനെ ഡിക്രീസ് ചെയ്യും. അതുകൊണ്ട് ഡെൻസിറ്റിൻ്റെ ഇക്വേഷനിൽ നമുക്ക് ലൈക്ക് ഡെൻസിറ്റി NT+1 എന്ന് നോക്കുവാണെങ്കിൽ അതിൻ്റെ ഇക്വേഷനിൽ നമുക്ക് ആദ്യം NT അറിയണം. എന്നിട്ട് അതിലേക്ക് ബർത്ത് റേറ്റും ഇമിഗ്രേഷനും ആഡ് ചെയ്യണം. അതിൽ നിന്ന് ഡെത്ത് റേറ്റും എമിഗ്രേഷനും കൂടെ മൈനസ് ചെയ്യണം അല്ലേ. ഡിഫൈൻ D and B. D is the mortality, the death rate, the per capita death, the number of individuals died divided by initial number. B is the birth rate, the natality, the per capita birth, the number of new individuals added divided by the initial number. Observe the relationship between the first two terms and fill up the blanks. Fungus and alga together forms lichen plus mutualism ആണ്. Fungus and roots of higher plants ന്റെ പേര് mycorrhiza എന്നാണ്. അതും ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പ് ആണ് ++. Okay. Observe the terms given below. Natality, the birth rate, mortality, the death rate, immigration, emigration. Identify and write the terms that increase the population density. They are natality and immigration. Alright, അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഓൾറെഡി. Natality is the birth rate or the per capita birth, the number of new individuals added. Okay, the number of births, the new individuals added divided by initial number. Immigration, എവിടുന്നോ വേറെ ഏതോ സ്ഥലത്ത് നിന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്റ്റഡി ഏരിയയിലേക്ക് പെർമനന്റ് കമൻസ്മെന്റ് ഓഫ് ദാറ്റ് സ്പീഷീസ് ആണ്. Yeah. Monarch, butterfly and bird. Analyze the table given below and fill in the blanks എന്നതാണ് ക്വസ്റ്റ്യൻ. Monarch, butterfly and bird. Monarch, butterflyയും ബേർഡും ആക്ച്വലി പ്രഡേഷനിൽ പെടുന്നവരാണ്. Monarch butterfly അതിൻ്റെ ബേർഡിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഹൈലി ഡിസ്റ്റേസ്റ്റ്ഫുൾ ആയി മാറും ബോഡി ബൈ ഫീഡിങ് ഓൺ എ ടോക്സിക് വീഡ് പ്ലാന്റ്. റൈറ്റ്. അപ്പോൾ അവിടെ പറയേണ്ടത് പ്രഡേഷൻ അല്ലേ. പ്രഡേഷൻ എന്ന് പറയുമ്പം എന്ത് തരം റിലേഷൻഷിപ്പ് ആണ്? പ്ലസ് മൈനസ് റിലേഷൻ അല്ലേ. സോ one of the species is benefited and the other is harmed. In the predation, the prey is harmed, but the predator is benefited. Cattle, egret and cattle beneficial to one species and the other species has neither benefit nor harm. അഥവാ +0 interaction ആണ്. അപ്പം നമ്മൾ അതിനെ വിളിക്കുന്ന പേര് commensalism എന്നാണ്. Commensalism. Ticks and dogs parasites ആണ്.
പാരസൈറ്റിക് ആണ്, പാരസൈറ്റിസം ആണ്. പാരസൈറ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ one is benefited, the parasite is benefited and the host is harmed എന്നതാണ്. Plants have evolved astonishing varieties of morphological and chemical defenses against herbivores, which is the most common morphological means of defense in plants. Spines and thorns ഒക്കെയാണ്. Spines and thorns, മുള്ളുകളൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ്. അത് ഡിഫെൻസിൻ്റെ ഭാഗമാണ്. സിട്രസിനും ബൊഗെയിൻവില്ലയിലും ഒക്കെ അത്തരം സ്പൈൻസും തോൺസും ഒക്കെ ഉണ്ട്. അത് ഹെർബിവോറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കും. യെസ്, fill up the blanks ആണ്. പ്ലസ് മൈനസ് പാരസൈറ്റിസം ആണെങ്കിൽ മൈനസ് മൈനസ് കോമ്പറ്റീഷൻ ആണ്. കോമ്പറ്റീഷൻ. പ്ലസ് പ്ലസ് മ്യൂച്വലിസം ആണ്. മ്യൂച്വലിസം. പ്ലസ് 0 commensalism. minus 0 amensalism. Yes, that's all. And final chapter, നമുക്ക് ഹാഫ് ഇയർലിക്ക് പ്രയോറിറ്റി വെക്കാത്ത ചാപ്റ്റർ ആണ്. എക്സ്പാൻഡ് GFC, grazing food chain. Grazing food chain. Grazing food chain starts with green plants. And DFC, detritus food chain. Detritus food chain, which begins with the dead organic matter, the detritus. അതാണ് അവരുടെ ഡിഫറൻസ്. The grazing food chain starts with green plants and detritus food chain starts with detritus. സോയിലിൽ മേജർ എനർജി കൺഡ്യൂട്ടിംഗ് സിസ്റ്റം അത് detritus ഫുഡ് ചെയിനിൻ്റെതാണ്. വാട്ടർ ബോഡികളിൽ മേജറായും എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നത് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ വഴിയാണ്. Fill in the blanks. Detritus food chain begins with a detritus, the dead organic matter called the detritus, and composed of detritivores, but begins with the detritus. Primary productivity can be divided into two. Name them: gross primary productivity GPP and net primary productivity NPP. Primary producers, mainly green plants, photosynthesis വഴി maximum ഉണ്ടാക്കുന്ന എനർജിയാണ് GPP. GPP എന്ന ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയിൽ നിന്ന് റെസ്പിറേഷന് ലോസ് ചെയ്തതിൻ്റെ ബാക്കിയാണ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. അവിടെ ഗ്രീൻ പ്ലാന്റിൻ്റെ ബോഡിയിൽ സ്റ്റോർ ചെയ്യുന്നതും ഹെർബിവോറുകൾക്ക് അവൈലബിൾ ആകുന്നതും NPP ആണ്. Primary productivity depends on various factors like the plant species inhabiting an area, the photosynthetic capacity of plants, and the environmental factors. Yes, observe the pyramid given below, like primary producer, consumer, secondary consumer, tertiary consumer. Name the pyramid. ഇവിടെ നമ്പർ ആണ് കൊടുത്തത്, pyramid of number. Draw a pyramid using following data, like primary consumer 21 primary producer 4 ആണെങ്കിൽ അതൊരു ഇൻവേർട്ടഡ് pyramid of number ആയി മാറും. 4 and 21. Primary producer നമ്പർ കുറവാണ്, primary consumer കൂടുതലുമാണെങ്കിൽ ഇൻവേർട്ടഡ് pyramid ആവും. Some organisms are given below. Arrange them in the order of their trophic level. So ഇത് നമ്മൾ പണ്ടേ പഠിക്കാറുള്ളതാണ്. ഗ്രാസിനെ ഫീഡ് ചെയ്യാനാണ് ഗ്രാസ് ഹോപ്പർ. ഓക്കെ, ഗ്രാസ് ഹോപ്പറിനെ ഫീഡ് ചെയ്യാൻ വേണ്ടി ബേർഡ്സിന് ശേഷം മാൻ. അപ്പോൾ ട്രോഫിക് ലെവൽ പ്രൈമറി പ്രൊഡ്യൂസർ ഗ്രാസ്, പ്രൈമറി കൺസ്യൂമർ ഗ്രാസ് ഹോപ്പർ, സെക്കൻഡറി കൺസ്യൂമർ ബേർഡ്സ് ആൻഡ് ടെർഷറി കൺസ്യൂമർ ലൈക്ക് what to say, the man. Okay, what are the steps involved in decomposition? Decomposition steps 5 ഉണ്ട്. ഒന്നാണ് ഫ്രാഗ്മെന്റേഷൻ. ഡെഡ് ബോഡീനെ ഡെട്രിറ്റിവോസ് ആയ എർത്ത് വേംസും ടെർമൈറ്റ്സും ബ്രേക്ക് ഡൗൺ ചെയ്ത് സ്മോളർ പാർട്ടിക്കിൾസ് ആക്കുന്നത്. 2 ലീച്ചിങ്. ദ വാട്ടർ സൊല്യുബിൾ ഇനോർഗാനിക് ന്യൂട്രിയൻസ് go down to the soil horizon and get precipitated as unavailable source. Catabolism. സാപ്രോഫൈറ്റിക് ബാക്ടീരിയകളുടെയും ഫംഗസുകളുടെയും എൻസൈം കൊണ്ട് detritus further more smaller particles ആവുന്നത്. Humification പേര് പോലെ process of deposition of humus ആണ്. A dark colored amorphous colloidal substance acting as the reservoir of nutrients in the soil.
undergo very slow microbial action only because of the microbial resistance. Finally, mineralization. Inorganic minerals release in the process. Okay, so that's all. നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിനും ടച്ച് ചെയ്ത് കുറച്ച് മേജർ ടോപ്പിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് ഗ്രീറ്റിംഗ്സ് ഫ്രം ദ എൻറ്റയർ ടീം ഓഫ് യൂണിവേഴ്സൽ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. Good evening.